ഹലോ. അപ്പോൾ പിന്നെയും തുടങ്ങാൻ നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രിയുടെ സെക്കൻഡ് സെക്ഷൻ. നമ്മൾ ഫസ്റ്റ് സെക്ഷനിൽ ഡീൽ ചെയ്ത പോയിന്റ്സ് ആയിരുന്നു ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോലൈസിസും ഗാൽവനിക് സെല്ലും, നെർൻസ് ഇക്വേഷൻ, SHE, ആ റിലേറ്റഡ് പ്രോബ്ലംസ് ആയിരുന്നു നമ്മൾ ചെയ്തത്. നമ്മുടെ സെക്കൻഡ് സെക്ഷൻ്റെ വരവെന്ന് പറയുന്നത് കണ്ടക്ടിവിറ്റി, കണ്ടക്ടൻസ്, പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോലൈസിസ്, പിന്നെ പ്യുവർ തിയറി എന്ന് പറയുന്നത് ബാറ്ററീസ്. ഇപ്പം ബാറ്ററീസ് പ്യുവർ തിയറി ആയാൽ പോലും ഇമ്പോർട്ടൻ്റാ. ഇപ്പോൾ ഒബ്വിയസ്ലി ആ 5 സെല്ലിനകത്ത് നമുക്ക് ഏതാണോ ഇമ്പോർട്ടൻറ്റ് ടൈപ്സ് വരുന്നത് അത് നമ്മുടെ സെക്ഷൻ ത്രൂ നമുക്ക് കൺവേ ചെയ്യാം. സോ റെഡി അല്ലേ? നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രി സെക്കൻഡ് സെക്ഷനിൽ പോയേക്കാം. ഫൈൻ. വിത്ത് ഫുൾ എനർജി, വിത്ത് ഫുൾ എനർജൈസ്ഡ് പവർ, ലെറ്റ്സ് ഗോ ഫോർ ഇലക്ട്രോ കെമിസ്ട്രി ദ സെക്കൻഡ് സെക്ഷൻ. അപ്പം നമ്മുടെ ആദ്യത്തെ സ്ലൈഡ് വരുന്ന ക്വസ്റ്റ്യൻ ലെറ്റ്സ് സി. The resistance of a conductivity cell containing 0.001 molar KCl solution. ഇവിടെ എപ്പോഴും നമ്മുടെ ഇക്വേഷൻസ് നമ്മുടെ മനസ്സിൽ കറക്റ്റ് അറിഞ്ഞിരിക്കണം. സോ 0.001 molar KCl solution at 298 Kelvin is 1500 ohm. നമ്മൾ വായിച്ച് നമുക്ക് പിടികിട്ടില്ല എന്താ പറയുന്നത്, അങ്ങനെയാന്നേ പോലും യൂണിറ്റ് നമ്മളെ സിംബലൈസ് ചെയ്യും. യൂണിറ്റ് വിൽ ടെൽ ഇറ്റ്സ് വിച്ച് ടേം ദേ ആർ സ്പീക്കിംഗ് അബൌട്ട്. അപ്പം യൂണിറ്റ് ആയിരിക്കും നമ്മളെ റിലേറ്റ് ചെയ്യുന്നത് ഏതാന്ന് ക്വാണ്ടിറ്റി അവർ തന്നിട്ടുള്ളത്. അപ്പം ചിലപ്പോൾ വായിച്ച് മനസ്സിലായില്ലേ, നോ മാറ്റർ, see the unit, unit will tell you or unit will help in approaching you to which quantity is being given. What is the cell constant? അപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്തൊക്കെയാ തന്നിരിക്കുന്നത്? ഒബ്വിയസ്ലി ഒരു കാര്യം കൂടെ, നമ്മൾ ഈ ന്യൂമറിക്കൽ പ്രോബ്ലം ചെയ്യുമ്പോൾ ഇപ്പം നമ്മുടെ ഏത് ടേം ആയിക്കോട്ടെ, നമ്മുടെ ന്യൂമറിക്കൽ സെക്ഷൻ ചെയ്യുമ്പോൾ ഗിവൻ, ടു ഫൈൻഡ് ഔട്ട്, ദെൻ ഫോർമുല, ഇതൊക്കെ എഴുതുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമ്മുടെ കാൽക്കുലേഷനിൽ ഒരു ബിറ്റ് അപ്പ് ഡൗൺ വന്നാൽ പോലും നമുക്ക് മാർക്ക് നമ്മൾ ആഗ്രഹിക്കുന്നില്ല. സപ്പോസ് ഇഫ് ഇറ്റ് ഈസ് 2 mark ക്വസ്റ്റ്യൻ, അറ്റ്ലീസ്റ്റ് 1 mark ഡെഫിനറ്റ്ലി യു വിൽ ഗെറ്റ് ഇറ്റ്. അപ്പോൾ ആ ഗിവൻ ടു ഫൈൻഡ് ഔട്ടും ഫോർമുലയും എഴുതാതെ ഇരിക്കല്ലേ. ഇനി എല്ലാം എഴുതിയിട്ടുണ്ട്, പക്ഷേ മീൻസ് കംപ്ലീറ്റ് സോൾവ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഈ ടൈപ്പ് ടേംസ് എടുത്തിട്ടില്ല, യൂണിറ്റ് എഴുതില്ല, അവിടെയൊക്കെ പിള്ളേർ മാർക്ക് ലൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ അവർ കോൺഫിഡൻ്റ് ആയിട്ട് ഞാൻ ചെയ്തു പ്രോബ്ലം, എന്നാൽ എനിക്ക് ഫുൾ മാർക്ക് എന്താ കിട്ടാഞ്ഞേ, ഇതാണ് കുഴപ്പം. സോ ബി സ്റ്റാൻഡേർഡ് വെൻ യു റൈറ്റ് ഫോർ സബ്ജക്റ്റീവ് പേപ്പർ. അപ്പം നമ്മുടെ ഗിവൻ, നമുക്ക് ഗിവൻ ഇവിടെ തന്നിട്ടുള്ളത് മൊളാരിറ്റി, കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ടല്ലോ. മൊളാരിറ്റി ഈസ് ഈക്വൽ ടു 0.001. വേണമെങ്കിൽ നമുക്കത് 10⁻³ എന്ന് എഴുതാം, 0.001. റെസിസ്റ്റൻസ് തന്നിട്ടുള്ളത് 1500 ohm. What is the cell constant if the conductivity of the solution? Okay. Conductivity is 0.146 into 10⁻³ Siemens സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. റൈറ്റ്. അപ്പം കെയും കണ്ടക്ടൻസും അത് തമ്മിലും ക്ലാഷ് വരുമ്പോൾ ഈ യൂണിറ്റ് നമ്മൾ നോക്കിയാൽ മതി. യൂണിറ്റ് വിൽ ഹെൽപ്പ് us ടു സേ അത് ഏത് ടേമാണ്. അപ്പം ഈ 3 തന്നിരിക്കുന്നത് അവർ ടു ഫൈൻഡ് ഔട്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ടു ഫൈൻഡ് ഔട്ട് ഉണ്ടോ, ഇങ്ങനെ സിസ്റ്റമാറ്റിക് ആയിട്ട് വന്നാൽ നമ്മുടെ മാർക്ക് ഒരു രീതിയിലും ക്യാൻസൽ ആവില്ല. ടു ഫൈൻഡ് ഔട്ട് സെൽ കോൺസ്റ്റൻറ്റ്, അത് നമുക്ക് G* എഴുതാം, അല്ലെങ്കിൽ C*, ഏതാണെന്ന് ലെറ്റർ നിങ്ങൾക്ക് സ്കൂളിൽ പഠിപ്പിച്ചത്. എനിവേ G* or C*. നൗ G*, ദാറ്റ് ഈസ് സെൽ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല. സോ ദിസ് ഇസ് ദ A പാർട്ട് ഓഫ് ദ ക്വസ്റ്റ്യൻ. റൈറ്റ്. G* കണ്ടുപിടിക്കാൻ എന്തായിരുന്നു നമ്മുടെ ഫോർമുല ആൻഡ് ദ സൊല്യൂഷൻ? ഫോർമുല ആൻഡ് സൊല്യൂഷൻ എന്തായിരുന്നു? നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഫോർമുല ആൻഡ് സൊല്യൂഷൻ ഈസ് K ഈസ് ഈക്വൽ ടു G ഇൻറ്റു the cell constant, isn't it?
അപ്പോൾ ഫോർമുല എഴുതി, നമുക്ക് അതിൻ്റെയായ മാർഗ് അവർ തരണ്ടിയ. ഇനി ഈ ജി കണ്ടക്ടൻസ് തന്നിട്ടില്ലല്ലോ, അപ്പം അതിനെ മാറ്റാവുന്നേ ഉള്ളൂ. കണ്ടക്ടൻസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻവേഴ്സ് ഓഫ് റെസിസ്റ്റൻസ്. സോ ദാറ്റ് വിൽ ബി 1/R ഇൻറ്റു സെൽ കോൺസ്റ്റൻറ്റ്. അപ്പം നമ്മുടെ സെൽ കോൺസ്റ്റൻറ്റ് വളരെ ഈസി അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു കെ മൾട്ടിപ്ലൈ ബൈ ആർ. കെയുടെ വാല്യൂ തന്നിരിക്കുന്നത് 0.146 into 10⁻³ and resistance is given as 1500 and that's what is your cell constant value. അപ്പം നമ്മുടെ സെൽ കോൺസ്റ്റൻറ്റ് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ. മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ 0.146 into 1500 പറഞ്ഞിരിക്കുന്ന സെൽ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കിട്ടുന്നത് 0.219. പിന്നെ യൂണിറ്റ് മറന്നു പോലെ യൂണിറ്റ് എഴുതണം. നമ്മുടെ യൂണിറ്റ് വരുന്നത് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. കാരണം ഇവിടെ സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് സെൻറ്റിമീറ്റർ, മീറ്റർ ഇൻവേഴ്സ് ഓർ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. സോ സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്, ദാറ്റ് ഈസ് അവർ സെൽ കോൺസ്റ്റൻറ്റ് and that's the answer. Right? So that was your A part. Now let's move to the B part of the question. Right? അപ്പോൾ ജസ്റ്റ് മൾട്ടിപ്ലൈ അത്രയൊക്കെ കാൽക്കുലേഷൻ നമ്മൾ ചെയ്തോളുമല്ലോ, കുഴപ്പമില്ല. അടുത്ത് ചോദിച്ചത് പ്രിഡിക്റ്റ് ദ പ്രൊഡക്ട്സ് ഓഫ് ഇലക്ട്രോലൈസസ് ഇൻ ദ ഫോളോയിങ്. അപ്പം ഈ കാര്യം വെക്കുമ്പോൾ ഒന്ന് ഓർത്തോണേ, ഈ പ്രിഡിക്റ്റ് ദ പ്രൊഡക്ട്സ് ഓഫ് ഇലക്ട്രോലൈസസ്, റൈറ്റ്, ഇതിന് ഒരു രീതിയുണ്ട് കേട്ടോ, കണ്ടുപിടിക്കാനൊക്കെ ഉള്ള ഒരു രീതിയുണ്ട്. പിന്നെ ഇവർ തന്നിരിക്കുന്ന ഡയറക്റ്റ് നമ്മുടെ ടെക്സ്റ്റിലുള്ള കാര്യം തന്നെയാണ്, പ്രിഡിക്റ്റ് ദ പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോലൈസസ്, ഡോണ്ട് ഹാവ് ടു ബോദർ. അപ്പം നമ്മുടെ ആ സെക്കൻഡ് പാർട്ട് നമുക്കൊന്ന് തുടങ്ങിയേക്കാം. നമുക്ക് സെക്കൻഡ് പാർട്ട് ഒന്ന് താഴോട്ട് എടുത്തേക്കാം. H2SO4 ഇലക്ട്രോലൈസ് ചെയ്യുക ഇൻ ദ പ്രസൻസ് ഓഫ് വാട്ടർ. വാട്ടർ ഇല്ലാതെ ഇലക്ട്രോലൈസ് ആവില്ലല്ലോ. സോ H2SO4 ആൻഡ് വാട്ടർ നമ്മളെ ഇലക്ട്രോലൈസസ് ചെയ്യാം. ഒന്ന് സ്പ്ലിറ്റ് ചെയ്തേക്കാം. H plus SO4 2- and here H plus and OH minus. ഇത് കഴിഞ്ഞ് നമ്മൾ ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ എന്നൊരു വേർഡിങ് പറയുന്ന അതനുസരിച്ച് നമുക്ക് പറയാവുന്നത് whether they are liberated at anode or cathode. ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ. ഇനി ഈ ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ അറിയില്ലേ, ഒരു കുഴപ്പവും ഇല്ല. നമ്മൾ ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ വേണമെന്നില്ല, ഇങ്ങനെ ചെറിയ രീതിയിൽ ചിന്തിക്കാം. ആദ്യം ഓടി എത്താവുന്ന ഇലക്ട്രോൺ, ഇപ്പം വളരെ വെയിറ്റൊക്കെ ഉള്ള ആൾക്കാർക്ക് ഓടിയെത്താൻ ഒക്കത്തില്ലല്ലോ. അപ്പം ആരെ ലൈറ്റ് വെയ്റ്റഡ് അവരാണ് ആദ്യം ഓടിയെത്തുന്നത്, അതിന് അവരായിരിക്കും ഡിപ്പോസിറ്റ് ആവുന്നത്. അപ്പം നോക്കിയേക്കാം ആര് എവിടെ ഡിപ്പോസിറ്റ് ആവുന്നു. അപ്പോൾ ഈ റോഡ്സ് തമ്മിൽ ഒരു ക്ലാഷ് വേണ്ട. കാത്തോഡ് ആനോഡ്, നമുക്ക് ആനോഡ് ഈ സൈഡിൽ ഒന്ന് എഴുതിയേക്കാം, ആനോഡ്. ഇനി ആർക്കെങ്കിലും ഇതൊക്കെ ഡൗട്ടുണ്ട്, ആനോഡ് ഏത് റോഡാ, ഇങ്ങനെ ഓർക്കുക, ആനോഡ് ആഡ്, റൈറ്റ്, ദാറ്റ്സ് എ സ്മോൾ ക്ലൂ, ആനോഡ് ആഡ്. സോ ദാറ്റ് ഈസ് ദ പോസിറ്റീവ് റോഡ്, ആനോഡ് പോസിറ്റീവ് റോഡ്. അവിടെ ആര് വന്ന് ലിബറേറ്റ് ചെയ്യണം, ആനിയോൺസ്. ആനോഡില ആനിയോൺസ്, എ ആനോഡ് പോസിറ്റീവ് റോഡ്, അവിടെ ആര് വന്ന് ലിബറേറ്റ് ചെയ്യും, ആനിയോൺസ്. അപ്പോൾ കാത്തോഡ് ഏത് റോഡായി, നെഗറ്റീവ് റോഡ്, അവിടെ ആര് വന്ന് ലിബറേറ്റ് ചെയ്യും, കാറ്റയോൺസ് എന്ന് പറയുന്നത് ദോസ് ആർ പോസിറ്റീവ് അയൺസ്. അപ്പം ഈ രീതി നമുക്ക് ഓർത്തു ഇരിക്കാം. ആൻഡ് ആനിയോൺസ് ദേ ആർ നെഗറ്റീവ് അയൺസ്. അപ്പം ഇനി റെഡി ആയല്ലോ. നമ്മുടെ കാറ്റയോൺസ് പോസിറ്റീവ് അയൺസ് ആ കാത്തോഡിൽ വരണ്ടേ. അപ്പോൾ പോസിറ്റീവ് ഇവിടെ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ല, H പ്ലസ് അല്ലേ, സോ വലിയ ബുദ്ധിമുട്ടില്ല, രണ്ടും H+ തന്നെയാണ്. H+ will accept the electron. So S to form hydrogen gas. Half H2 എന്ന് എഴുതാം, അല്ലെ 2H+ ആ രീതിയിലും. അപ്പോൾ അവരവരുടെ ഒറിജിനൽ കണ്ടീഷൻ. സോ കാത്തോഡിൽ ലിബറേറ്റ് ആവുന്നത് ഹൈഡ്രജൻ ഗ്യാസ്.
ഇനി ആനോഡ്. ആനോഡിൽ വരുന്നതാ ആനിയോൺസ് ടു ബി ലിബറേറ്റഡ്. അവിടെ ഒരു ചെറിയ പ്രശ്നം വരും. ആനോഡ് സൾഫേറ്റും ഉണ്ട്, OH മൈനസും ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു ആദ്യം ഓടിയെത്തുക. അപ്പോൾ സൾഫേറ്റ് കുറച്ച് ഹെവിയാണ്. അങ്ങനെ വന്നാൽ ആരായിരിക്കും ലിബറേറ്റ് ആവുന്നത്? OH മൈനസ്. ഇപ്പം ഡിസ്ചാർജ് പൊട്ടൻഷ്യൽ എന്ന് വലിയ വേർഡ് അറിയില്ലേ? ഒരു കുഴപ്പമില്ല. ആദ്യം ഓടിയെത്തും? ലൈറ്റ് വൺ, ദാറ്റ് ഈസ് അവർ OH മൈനസ്. അപ്പോൾ 4OH മൈനസ് will give you 2H2O plus O2 plus 4 ഇലക്ട്രോൺസ്. ഇനി നമ്മൾ റിയാക്ഷൻസ് നമുക്ക് ഓർമ്മയില്ലേ? നോ മാറ്റർ, കുഴപ്പമില്ല. നമുക്ക് ജസ്റ്റ് ആരാ ഡിസ്ചാർജ് ആവുന്നതെന്ന് മതി. സോ ദാറ്റ് വിൽ ബി ഓക്സിജൻ ഗ്യാസ്. സോ പ്രിഡിക്ട് ദ പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോലൈസിസ് ഓഫ് H2SO4. കാത്തോഡിൽ ലിബറേറ്റ് ആവുന്നതാന്നു നമ്മുടെ ഹൈഡ്രജൻ ഗ്യാസ്. ആൻഡ് ആനോഡിൽ ലിബറേറ്റ് ആവുന്നതാ ഓക്സിജൻ ഗ്യാസ്. ആനോഡിൽ ലിബറേറ്റ് ചെയ്യുന്നത് ഓക്സിജൻ ഗ്യാസ്. റൈറ്റ്? അപ്പോൾ ക്ലിയർ ആയല്ലോ. ഇപ്പം 2 പാർട്ട് ഒബ്വിയസ്ലി ഒരു 3 മാർക്ക് ഓർ ഫോർ എ 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. കാരണം ഒരെണ്ണം ന്യൂമറിക്കൽ കാൽക്കുലേഷൻ, ദ റെസ്റ്റ് അതർ വൺ ഈസ് പ്രൊഡക്ട്സ് ഓഫ് ഇലക്ട്രോലൈസിസ്. നമ്മൾ 2 ക്വസ്റ്റ്യൻ ക്ലബ് ചെയ്യും. അപ്പോൾ അടുത്തതിലോട്ടൊന്ന് പോയേക്കാം. ഇപ്പോഴേ ഒന്നും ക്ഷണിച്ചിട്ടില്ല. സോ അതുകൊണ്ട് തന്നെ ആ ഒരു ബ്രേക്ക് ഒന്നും വേണ്ട അല്ലേ? ഇപ്പോഴേ ക്ഷണിച്ചിട്ടില്ല. ഇനി ക്ഷണിച്ചെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് എനർജൈസ്ഡ് ആയിട്ട് അടുത്ത സെക്ഷനിലോട്ട് പോയേക്കാം. സോ അടുത്ത ക്വസ്റ്റ്യൻ. റെസിസ്റ്റൻസ് ഓഫ് എ 0.2 molar സൊല്യൂഷൻ ഓഫ് എൻ ഇലക്ട്രോലൈറ്റ് ഈസ് 50 ohms. Specific conductance of solution is 1.3 Siemens meter inverse if the resistance of 0.4 molar. അപ്പോൾ ഇത് ഫസ്റ്റ് പാർട്ടായി. അടുത്ത 0.4 molar solution of same electrolyte is 260. അതിൻ്റെ molar conductivity എത്രയാണു? ഇതാ ചോദിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഗിവൺ ഒന്ന് തുടങ്ങിയേക്കാം നമുക്ക്. ഇപ്പം ഗിവൺ എന്തൊക്കെയാണെന്ന് ഒന്ന് നോക്കിയേക്കാം. ഗിവൻ 2 molar സൊല്യൂഷൻസ് തന്നിട്ടുണ്ട്. ഒന്ന് ആദ്യത്തെ 0.2 molarity, 0.2 molar. ആൻഡ് അടുത്തത് 0.4 molar. 2 molar സൊല്യൂഷൻസ് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഫസ്റ്റിൻ്റെ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 50 ohm. The specific conductance of the solution, resistance of 0.2 molar solution of an electrolyte is 50 ohms. The specific conductance of the solution എന്ന് പറയുന്നത് K 1.3 Siemens meter inverse. കറക്റ്റ് അല്ലേ? എന്തൊക്കെയാ തന്നെ നമ്മൾ ഗിവൻ എഴുതി. If resistance of 0.4 molar solution of same electrolyte is 260 ohms. 260 ohm. Its molar conductivity എത്രയാണ്? ഇതായിരുന്നു ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഗിവൻ ഒക്കെ എഴുതിയല്ലോ. ഇനി നെക്സ്റ്റ് എന്താ? ഇത് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ടു ഫൈൻഡ് ഔട്ട് ഈസ് molar conductivity. ഇതാണോ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. ഇനി നമ്മുടെ ഇക്വേഷൻ, ഫോർമുല ആൻഡ് സൊല്യൂഷൻ പാർട്ടിലോട്ട് പോയേക്കാം. എപ്പോഴും ഫോർമുല എഴുതിയേക്കണേ. molar conductivity ഈസ് ഈക്വൽ ടു K. ഇനി അടുത്ത ആ ഒരു കാര്യം വരുമ്പോൾ K by molarity ഇൻറ്റു 1000 ചെയ്യണ്ടേ? അതൊന്ന് ശ്രദ്ധിക്കാം. കുറേ യൂണിറ്റ് കൺവേർഷനൊക്കെ നമ്മൾ എക്സാം ടൈമിൽ കൺഫ്യൂഷൻ ആവാതിരിക്കാൻ ഈ ഒരു കാര്യം ഓർത്തിരിക്കാം. നമുക്ക് സിമെൻസ് മീറ്റർ ഇൻവേഴ്സാണ് തന്നിരിക്കുന്നത് അല്ലേ? സിമെൻസ് മീറ്റർ ഇൻവേഴ്സാണ് തന്നിരിക്കുന്നത്. അങ്ങനത്തെ ഒരു സ്റ്റേജിൽ സീമെൻ മീറ്റർ ഇൻവേഴ്സാണ് തന്നിരിക്കുന്നത്. മീറ്റർ ഇൻവേഴ്സ് വരുമ്പോൾ ഏറ്റവും ഈസി ആയിട്ട് കൺവേർഷൻ നമ്മൾ ഓർക്കുക, മൊളാരിറ്റി മൾട്ടിപ്ലൈ ബൈ 1000 ചെയ്തു. വേറെ ഒന്നും ഓർക്കണ്ട.
കെ ഇൻറ്റു 1000 ബൈ മൊളാരിറ്റി നമ്മൾ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത്? സീമെൻ സെൻറ്റിമീറ്റർ വരുമ്പോൾ. സീമെൻ മീറ്റർ വരുമ്പോൾ മൊളാരിറ്റിയെ നമ്മളങ്ങ് മാറ്റുക. മൊളാരിറ്റി മൾട്ടിപ്ലൈ ബൈ 1000. അപ്പോൾ ഇതാ ഏറ്റവും ഈസി ആയിട്ട് ഓർത്തിരിക്കേണ്ട ഒരു പ്രാവശ്യം കൂടെ. സീമെൻ സെൻറ്റിമീറ്റർ വന്നാൽ നമ്മുടെ ഒഫീഷ്യൽ ഫോർമുല കെ ഇൻറ്റു 1000 ബൈ മൊളാരിറ്റി. സെൻറ്റിമീറ്റർ വരും കെ ഇൻറ്റു 1000 ബൈ മൊളാരിറ്റി. അതിൽ യൂണിറ്റ് കൺവേർഷനൊക്കെ ആയിക്കോളും. പക്ഷെ സീമെൻ മീറ്റർ ആണെങ്കിൽ കെ ബൈ മൊളാരിറ്റി ഇൻറ്റു 1000. നമുക്ക് ഡയറക്റ്റ് ആൻസർ കിട്ടിക്കോളും. അപ്പം നമ്മുടെ ഫോർമുല റെഡി ആയല്ലോ. ഇനി ആ ഫോർമുല നമ്മൾ യൂസ് ചെയ്യുക മേളിൽ, റൈറ്റ്? മേളിലോട്ട് ആ ഫോർമുല സൊല്യൂഷൻ നമ്മൾ യൂസ് ചെയ്യുക. കെ ബൈ മൊളാരിറ്റി ഇൻറ്റു 1000 സെക്കൻഡ് പാർട്ടല്ലേ. അപ്പോൾ സെക്കൻഡ് പാർട്ടിൻ്റെ മൊളാരിറ്റി നമ്മൾ എഴുതി 0.4 ഇൻറ്റു 1000. ഓ, പക്ഷേ കെ ഇല്ലല്ലോ. അപ്പോൾ അടുത്ത നമുക്ക് കെയുടെ ഇക്വേഷൻ വേണ്ടേ? കെ നമുക്കില്ല. അതിനാ അപ്പുറത്തെ ആളെ തന്നെ ആ കെ തന്നെ എടുത്തിടാനല്ല, ആ കെ എടുത്തിടല്ലേ, കാരണം രണ്ടും ഡിഫറെൻറ്റ് മൊളാർ സൊല്യൂഷൻ അല്ലേ. അപ്പോൾ നമുക്ക് കെ തന്നിട്ടുണ്ട് 0.2ൻ്റെ, അതിൽ നിന്ന് നമുക്കൊരു വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടിയ സെൽ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതിലോട്ടൊന്ന് പോയേക്കാം. സെൽ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാം ഫ്രം 0.2 മൊളാർ. 0.2 മൊളാറിൽ നിന്ന് നമ്മളുടെ സെൽ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് കെ ഈസ് ഈക്വൽ ടു ജി. ഇനി ജി ഇൻറ്റു സെൽ കോൺസ്റ്റൻറ്റിനെ കാട്ടുന്നല്ലേ 1/r ഡയറക്റ്റ്ലി എഴുതാമല്ലോ, ഇൻറ്റു സെൽ കോൺസ്റ്റൻറ്റ്. അപ്പം നമ്മുടെ സെൽ കോൺസ്റ്റൻറ്റ് വിൽ ബി ഈക്വൽ ടു 0.2 മൊളാറിൻ്റെ കെ വാല്യൂ 1.3 മൾട്ടിപ്ലൈ ബൈ റെസിസ്റ്റൻസ് ദാറ്റ് ഈസ് 50. അതോട് സെൽ കോൺസ്റ്റൻ്റ് ആയല്ലോ. ഇനി ഈ സെൽ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് വലിയ ആവശ്യമില്ല ഇപ്പോഴേ, കാരണം ഇവിടെ യൂസ് ചെയ്യേണ്ടേ അല്ലേ. സോ കുഴപ്പമില്ല, ആ സെൽ കോൺസ്റ്റൻറ്റ് നേരെ നമുക്ക് അങ്ങോട്ട് എടുത്തിട്ടാൽ മതി. ഇനി നെക്സ്റ്റ് നമ്മൾ ഈ ബാലൻസ് സെൽ കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇനിയും ഈ കെ നമുക്കൊന്ന് പൊട്ടിച്ചേക്കാം ആ ഫോർമുല. അപ്പോൾ സെൽ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിച്ചു ഫ്രം ദി ഫസ്റ്റ് പാർട്ട്. ഇനി ഇന്നത്തൊന്ന് ഉപയോഗിക്കാം. കെ ബൈ 0.4 ഇൻറ്റു 1000 അല്ലേ. ഈ കെയ്ക്ക് ഇതേ ഫോർമുല കൊടുത്തുകൂടെ? 1/r. കെ ഈസ് ഈക്വൽ ടു 1/r ഇൻറ്റു സെൽ കോൺസ്റ്റൻറ്റ് 0.54 മൊളാറിൻ്റെയാണ്. ഇത് 0.4 മൊളാറിൻ്റെയാണ് നമ്മൾ ഇനിയും പറയുന്നത്. ബൈ 0.4, അത് താഴെ എഴുതിയിട്ടുമുണ്ട്. 0.4 മൊളാറിൻ്റെയാണെന്നു വേണ്ടേ, താഴെ എഴുതിയിട്ടുമുണ്ട്. അപ്പോൾ 1/r. ഇനി നമ്മൾ സെക്കൻഡ് പാർട്ടിൻ്റെ റെസിസ്റ്റൻസ് അല്ലേ, 1/r 1/260. സെൽ കോൺസ്റ്റൻറ്റ്, അതിൻ്റെ അർത്ഥം ആ സെല്ലിന് അതൊരു കോൺസ്റ്റൻ്റ് അല്ലേ. അപ്പോൾ സെയിം വാല്യൂ അല്ലേ വരുന്നേ, ഇൻറ്റു 1.3 ഇൻറ്റു 50 സെൽ കോൺസ്റ്റൻറ്റ് മൾട്ടിപ്ലൈ ബൈ 0.4 ഇൻറ്റു 1000. റൈറ്റ്? സോ ഇതായിരുന്നു നമ്മുടെ ടേം എടുത്ത് കൊണ്ടുവന്നത്. കെ 1/r ഇൻറ്റു ജി കോൺസ്റ്റൻറ്റ് 0.4 ഇൻറ്റു 1000. ഈ 1/r റെസിസ്റ്റൻസ് 1/260, ജി കോൺസ്റ്റൻറ്റ് മേളിൽ നിന്ന് എടുത്തിട്ടു ബൈ 0.4 ഇൻറ്റു 1000. ഇത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോഴാന്നു. അപ്പോൾ മൾട്ടിപ്ലിക്കേഷനൊക്കെ ചെയ്തോളൂല്ലോ. യു ഗെറ്റ് ഇറ്റ് as 6.25 ഇൻറ്റു 10⁻⁻4 സിമെൻസ് മീറ്റർ സ്ക്വയർ മോള് ഇൻവേഴ്സ്. അപ്പം ഇവിടെ നമ്മുടെ NCERT ടെക്സ്റ്റിൽ ഇതേമാതിരി ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പം 2 മൊളാരിറ്റി തന്നു, അതിൻ്റെ റെസിസ്റ്റൻസ് തന്നു, കെ വാല്യൂ തന്നു. ഇവിടെ വന്ന് റെസിസ്റ്റൻസ്, മൊളാർ കണ്ടക്ടിവിറ്റി. അപ്പം ഇവിടെ നിന്ന് നമ്മൾ സെൽ കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് ആ സെൽ കോൺസ്റ്റൻറ്റ് എടുത്ത് അപ്പുറത്തെ ഇതിലോട്ട് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പം അതിൽ ഒരു ചെറിയ പ്രോബ്ലം, നമ്മൾ കെ ബൈ മൊളാരിറ്റി ഇൻറ്റു 1000 ആ യൂണിറ്റ് കാരണം എടുത്തത്. അപ്പോൾ ഉറപ്പായിട്ട് നോക്കുക, നല്ല ഒരു ക്വസ്റ്റ്യൻ. അത് വേണേ MCQ ആയിട്ട്, അല്ല എങ്കിൽ സബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് വരാം. അപ്പം നല്ല ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസാണ്. കുറേ പ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ കൂടിയാണ്. സബ്ജക്റ്റീവ്, ഒബ്ജക്റ്റീവ്, പിന്നെ വാല്യൂ മാത്രമേ ഉള്ളായിരുന്നു വ്യത്യാസം. സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ചിലരവിടെ ഇന്ന് ആലോചിക്കുക, ടീച്ചർ ഇന്ന് ഭയങ്കര സീരിയസ്. ഞാൻ വിചാരിച്ചു കുറച്ച് സീരിയസ് ഒക്കെ ആയാലോ.
ലൈഫിൽ നമുക്ക് ചിലപ്പോൾ ഒക്കെ സീരിയസ് ആവണ്ടേ. ലാസ്റ്റ് ടൈം കുറേ തമാശയൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ സെക്ഷൻ കുറച്ച് സീരിയസ്, പക്ഷേ ഇങ്ങനെ നമ്മൾ മസിൽ പിടിച്ചിരുന്നാൽ പോലും അങ്ങനെ ഇരിക്കാൻ വയ്യ അല്ലേ? ബിക്കോസ് പീപ്പിൾ സേ ലാഫിങ് ഈസ് ദ ബെസ്റ്റ് മെഡിസിൻ. ആ ലാഫിങ്, ആ സ്മൈൽ ഓൺ ദ ഫേസ്, അത് ഭയങ്കര കോൺഫിഡൻസ് തരുന്ന ഒരു സ്മൈലല്ലേ. അപ്പം അത് തന്നെയാണ് നമ്മൾ ക്ലാസ്സിൽ കയറുമ്പോൾ ഒക്കെ ആ ഒരു സ്മൈൽ, ദറ്റ് സ്മൈൽ ഗീവ്സ് എ ലോട്ട് ഓഫ് കോൺഫിഡൻസ്. അതേമാതിരി പിള്ളേരോടും പറയുക, നമ്മളെപ്പോഴും പഠിക്കാനിരിക്കുമ്പോഴും എപ്പോഴും ആ ഒരു സ്മൈൽ, നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുക. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ ടോപ്പിക്ക് പഠിക്കാൻ എത്ര ബുദ്ധിമുട്ടായാലും നമ്മൾ വളരെ ഈസിലി പഠിച്ചു തീർക്കും അല്ലേ? ഓക്കെ, ടീച്ചർ മോട്ടിവേറ്റിംഗ് സ്പീച്ച്, കൗൺസിലിംഗ് ഒക്കെ ആണോ തുടങ്ങിയ? ഓ വേണ്ട, ബോറടിക്കുന്നില്ല. ഇപ്പോൾ കുറച്ചുകൂടെ വെള്ളമൊക്കെ കുടിച്ച് ഉഷാറായി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ടൊന്ന് പോയേക്കാം. എല്ലാം പ്രോബ്ലം ഒന്നുമല്ല, ഒരു 3-4 അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെറിയൊരു ഡൾനെസ്സോ പ്രോബ്ലം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഞാനൊരു സബ്ജക്റ്റീവ് ക്വസ്റ്റ്യനും കൊണ്ടുവരും. ദാറ്റ് ഈസ് തിയോററ്റിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ. ഫൈൻ. അപ്പം പിന്നെ ഒന്ന് ന്യൂമറിക്കൽ, ഇലക്ട്രോ കെമിസ്ട്രി അല്ലേ, കൂടുതൽ ന്യൂമറിക്കലാന്നേ. നമ്മൾ ആഗ്രഹിക്കുന്നത് ന്യൂമറിക്കലല്ലേ, അതുകൊണ്ട് മാത്രം. അപ്പം നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട്, മൊളാർ കണ്ടക്റ്റൻസ് ഓഫ് 1.5 molar solution is found to be 138.9 Siemens centimeter square mole inverse. What would be the specific conductance of the solution? Simple, ഒരു ക്വസ്റ്റ്യൻ. 1.5 molarity. അപ്പം നമുക്ക് ഗിവൺ തന്നിരിക്കുന്നത്, ഗിവൻ molarity is 1. Concentration, molarity is 1.5. Molar conductance of this is found to be, molar conductance is 138.9 Siemens centimeter square mole inverse. What would be the specific conductance? അപ്പം കണ്ടുപിടിക്കണ്ടേ? കെ ആണല്ലോ. ഇനി ടു ഫൈൻഡ് ഔട്ട്, ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ടു ഫൈൻഡ് ഔട്ട് what is K. To find out K. Next, formula and solution ലോട്ട് നീങ്ങിയേക്കാം. So, formula and solution. ഇപ്പം അത്യാവശ്യം നമ്മുടെ ഫോമുലയൊക്കെ റെഡി ആയില്ലേ? 2 ക്വസ്റ്റ്യൻ ചെയ്തപ്പോഴേ ഫോമുല ഒക്കെ റെഡിയായി. സോ ഞാൻ ഈ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് ഐ ക്യാൻ ഇമാജിൻ യുവർ ലിപ്സ് മൂവിങ്, ആ ഫോമുല പറഞ്ഞു വരുന്നത്. അതെ, ഐ ക്യാൻ വിഷ്വലൈസ് ഇറ്റ്. ടീച്ചേഴ്സിന് പറയത്തില്ല, തേർഡ് ഐ ഉണ്ട്, സെൻസേഷൻ, പവർഫുൾ സെൻസേഷൻ, പിള്ളേർ പിടിച്ചെടുത്തത്. അപ്പോൾ ആ സെൻസേഷനും കൊണ്ട് ഞാൻ പറയുക, ആ ഫോമുലയൊക്കെ റെഡി ആയിട്ട് ഇരിക്കുക. മൊളാർ കണ്ടക്ടിവിറ്റി ഈസ് ഈക്വൽ ടു കെ ബൈ മൊളാരിറ്റി. ഇനി ഇവിടെ യൂണിറ്റ് കണ്ടോ? സെൻറ്റിമീറ്റർ. അതാ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കണ്ടത്. അവിടെ മീറ്റർ, ഇവിടെ സെൻറ്റിമീറ്റർ. അപ്പോൾ സെൻറ്റിമീറ്റർ വരുമ്പോൾ എന്തായിരുന്നു പറഞ്ഞേ? കെ ഇൻറ്റു 1000 ബൈ മൊളാരിറ്റി. ഇതെല്ലാം യൂണിറ്റ് കൺവേർഷനാന്നേ. മീറ്റർ ആകുമ്പോൾ താഴെ മൾട്ടിപ്ലൈ ചെയ്തു, സെൻറ്റിമീറ്റർ ആകുമ്പോൾ മേളിൽ. കുറേ യൂണിറ്റ് എടുത്ത് കൺഫ്യൂഷൻ ആവാതെ നമുക്കിങ്ങനെ ചെറിയ രീതിയിലൊക്കെ പറഞ്ഞു പോയാൽ മതി. സോ കെ ഇൻറ്റു 1000 ബൈ മൊളാരിറ്റി. ഇനി തന്നിരിക്കുന്ന എന്തൊക്കെയാ ഫൈൻഡ് ഔട്ട് ചെയ്യണ്ടേ? മൊളാർ കണ്ടക്ടൻസ് തന്നിട്ടുണ്ട് 138.9. മൊളാരിറ്റി തന്നിട്ടുണ്ട് 1.5 ഡിവൈഡഡ് ബൈ 1000. ആൻഡ് ദാറ്റ് വിൽ ബി യുവർ കെ. അല്ലേ? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയില്ലേ? ഡയറക്റ്റ് നമുക്ക് കെയുടെ വാല്യൂ അങ്ങോട്ട് നോക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്തൊക്കെ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ മൾട്ടിപ്ലൈ ചെയ്തേക്കാം. 138.9 multiplied by 1.5. Fine. So 45, 44, 19, 6, 9, 8, 3, 1. ടീച്ചേഴ്സ് ഇങ്ങനെ തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ കാൽക്കുലേറ്ററിനെക്കാട്ടും കൂടുതൽ നമ്മൾ ഈ രീതിയിലൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് വരണം കേട്ടോ. പിന്നെ എത്ര നമ്മൾ
മൾട്ടിപ്ലൈ കാൽക്കുലേഷൻസ് ചെയ്ത് നോക്കുന്നു, അത്രയും ക്യുക്കും ആവും കേട്ടോ. സോ 208.35 താഴെ ഒരു 1000 ഉണ്ട്, മറന്നു പോകല്ലേ, ഇൻറ്റു 10⁻⁻3. ഇനി കെയുടെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇവിടെ നമ്മൾ ഒരവത്തം കാണിക്കാറുള്ളത് നമ്മൾ യൂണിറ്റ് എല്ലാം അങ്ങ് വിട്ടുകളയും, അതോടെ ടീച്ചേഴ്സ് ഹാഫ് മാർക്സ് ഇങ്ങനെ കഴിക്കും. അപ്പോൾ ടീച്ചേഴ്സിന് കൂടുതൽ കഴിക്കാനൊന്നും കൊടുക്കല്ലേ, മാർക്ക് കഴിക്കാനൊന്നും കൊടുക്കല്ലേ. അത്യാവശ്യം ഒരു പ്രായമൊക്കെ ഉണ്ട്, ഷുഗർ കൊളസ്ട്രോൾ ഒക്കെ വരാൻ ചാൻസ് ഇല്ലേ. അപ്പം നമ്മൾ ആ ഹാഫ് മാർക്ക് ഒന്നും ടീച്ചേഴ്സ് കഴിക്കാൻ കൊടുക്കണ്ട, നമ്മൾ ആ യൂണിറ്റ് ഒക്കെ അങ്ങ് ഇട്ടേക്കാം. സോ ദിസ് വിൽ ബി സിമെൻസ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ്. റൈറ്റ്. ഇപ്പോൾ ടീച്ചേഴ്സിന് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്ന കുറേ കൂടെ സന്തോഷം. അപ്പോൾ ബി ആപ്റ്റ്. യൂണിറ്റ് ആ ഒരു 1/4 മാർക്ക് പോലും അവർക്ക് ക്യാൻസൽ ചെയ്യാനുള്ള രീതികൾ കൊടുക്കല്ലേ. റൈറ്റ്. ഡോണ്ട് ഗിവ് ദം എ ഗ്യാപ്പ്. സോ ഇത്രേ ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇതുവരെ നമ്മൾ പറഞ്ഞ കണ്ടക്ടൻസ്, കണ്ടക്ടിവിറ്റി, ആ ടേംസ് ഒക്കെ അല്ലായിരുന്നോ? റൈറ്റ്. ഓക്കെ ഫൈൻ. സോ ക്ഷീണിച്ചൊക്കെ പോയോ? ഇല്ല. വി ആർ സ്റ്റിൽ ഇൻ എ ബിഗ് എനർജി മൂഡ്. ഫൈൻ. ഇലക്ട്രോ കെമിസ്ട്രി അല്ലേ, സെൽസ്, അതുമാത്രമല്ല നിങ്ങൾക്കൊക്കെ ഇപ്പോൾ ഏറ്റവും ഇഷ്ടമുള്ള മൊബൈല്, ലാപ്ടോപ്പ്, ഇതൊക്കെ എന്ന് പറയുന്നത് ഇതൊക്കെ ഈ ടൈപ്പ് ഓഫ് സെൽസിൻ്റെ ഒരു ജനറേഷൻ കൂടെ ഉള്ളേ, അതിൻ്റെ ഒരു യൂസും കൂടെ ഇല്ലേ, അതുകൊണ്ട് അതിൻ്റെതായ ത്രില്ല് കാണുമല്ലോ. സോ കമ്മിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ പറഞ്ഞ രീതി 3 or 4 ആയി കഴിഞ്ഞ് ഞങ്ങൾ ടയേർഡ് ആവുമേ. അപ്പോൾ ഒരു ചെറിയ ലിറ്റിൽ ബിറ്റ് റിലാക്സിങ് ക്വസ്റ്റ്യൻ. ദെൻ നെക്സ്റ്റ് ഈസ് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ ഒരു കോമ്പിനേഷൻ കൂടിയാണ് കേട്ടോ, ഓർഗാനിക്കും കൂടെ ഇന്നത്തെ മെർജ് ചെയ്തുള്ള ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഒരു ഇമ്പോർട്ടൻസ് ലെവൽ കൂടത്തില്ലേ, ഓർഗാനിക് ഫിസിക്കൽ രണ്ടും കൂടെ മെർജ് ചെയ്ത്, ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് ഓർഗാനിക്. സോ ദ ഹയസ്റ്റ് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഓഫ് ദ ഫോളോയിങ് അക്വസ് സൊല്യൂഷൻ, ഏറ്റവും കൂടുതൽ കണ്ടക്ട് ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആസിഡിക് ആയിരിക്കണം. അപ്പോൾ ദ മാക്സിമം ആസിഡിക് ആവണം. മാക്സിമം ആസിഡിക് ആണെങ്കിൽ അവർ ഭയങ്കരമായിട്ട് കണ്ടക്ട് ചെയ്യും. ഇനി ആസിഡിക് കൂടണമെങ്കിൽ പല പല രീതികളുണ്ട്. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുതലായിരിക്കുക, മോർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, നമ്മളത് ഇനോർഗാനിക്കിൻ്റെ ബേസിൽ പറയുന്നത് മോർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആസിഡിക് നേച്ചർ കാണിക്കും. പെട്ടെന്ന് H+ റിലീസ് ചെയ്യുന്ന ആൾ, H+ റിലീസസ് ഈസിലി, അവരും ആസിഡിക്കാണ്, അയോണൈസായി H+ റിലീസ് ആവുന്നേ. ഇനി ഇങ്ങനെയും പറയാലോ, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആർക്കാ കൂടുതൽ, അവരും കൂടുതൽ ആസിഡിക്കാണ്. ലൈക്ക് ഫ്ലോറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ. ഫ്ലോറിനാണ് ഭയങ്കര ഇലക്ട്രോൺ നെഗറ്റിവിറ്റി, അഫിനിറ്റി അല്ല, ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. ഇപ്പം ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ബേസിൽ അല്ലേ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മോർ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി ആർക്കാ? യെസ്, യു ഹാവ് ഗെസ്ഡ് ദ സ്മോൾ സൈസായ ഫ്ലോറിൻ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും, ശരി ഇതല്ല ഫ്ലോറിനാണല്ലോ ഏറ്റവും കൂടുതൽ ഇലക്ട്രോ നെഗറ്റിവിറ്റി, സി ആയിരിക്കുമല്ലോ. അപ്പോൾ പിന്നെ ചിന്തിച്ചു, സി ഓപ്ഷനിൽ ഫ്ലോറിൻ ഒന്നേ ഉള്ളൂ, 4th ഓപ്ഷനിൽ 2 ഫ്ലോറിൻ, ഇലക്ട്രോ നെഗറ്റിവിറ്റി കുറച്ചുകൂടെ കൂടി, അപ്പോൾ ആസിഡിക് നേച്ചർ കുറച്ചുകൂടെ കൂടും. അങ്ങനെയാണെങ്കിൽ ആൻസർ ചെയ്ത 0.1 മോളാർ ഡൈഫ്ലോറോ അസറ്റിക് ആസിഡ്. കാരണം ഇലക്ട്രോ നെഗറ്റീവ്. അപ്പോൾ പല രീതികൾ പറഞ്ഞു. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുതലാന്നേൽ, H+ റിലീസ് ആവുകയെന്നേൽ, ഈ 2 അവിടെ ഇല്ലായിരുന്നു. അപ്പം നമ്മൾ ഏത് പ്രോപ്പർട്ടി യൂസ് ചെയ്തു? ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. എപ്പോഴും ഏതെങ്കിലും ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുമ്പോൾ അതിൻ്റെ ഹിൻഡ് ഓർത്തോണം, കാരണം പല രീതികൾ വരാം, അതിൽ നിന്ന് ഏത് ഹിൻഡ് അതിന് യോജിക്കാം. അപ്പം ഇത് നമ്മൾ പറഞ്ഞു പോകുമ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആപ്റ്റ് ആവും. ഇത് ഇലക്ട്രോ നെഗറ്റിവിറ്റി, ചിലപ്പോൾ H+ റിലീസ് ആവുന്ന, ചിലപ്പോൾ മോർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ക്യാൻ ബി, അല്ലേ? റൈറ്റ്. സോ ഐ ക്യാൻ സീ ദ സ്മൈൽ ഓൺ യുവർ ഫേസ്, മീൻസ് ആൻസർ എനിക്കും അറിയായിരുന്നു, അല്ലേ? സോ എനിവേ, കമ്മിങ് ടു ദ നെക്സ്റ്റ് വൺ. അറ്റ് 298 കെൽവിൻ, നമ്മുടെ സ്വന്തം കോൾറാഷ് ലോയിൻ്റെ ക്വസ്റ്റ്യൻ, അതും അതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് അറിയാം, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ. ഒരു പ്യുവർ പക്ക ക്വസ്റ്റ്യൻ അല്ലേ, ഫോർ അവർ സബ്ജക്റ്റീവ് ആണോ ഒബ്ജക്റ്റീവ് ആണോ
അതിൻ്റെ തിയറി കോൾറാഷ് എന്താ പറഞ്ഞത്. സോ വെരി 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 ഇമ്പോർട്ടൻറ്റ്. At 298, the molar conductivity at infinite dilution NH4Cl, NaOH, NaCl മൂന്നും തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഗിവണിലും അതാ എഴുതണ്ടേ, molar conductivity at infinite dilution. ഒബ്ജക്റ്റീവ്സ് നിങ്ങൾ നീറ്റോ കീം വരുമ്പോൾ ഇങ്ങനെ ഗിവൺ ടു ഫൈൻഡ് ഔട്ട് ഒന്നും എഴുതേണ്ട കാര്യമില്ല. പക്ഷെ നമ്മൾ സബ്ജക്റ്റീവ് ടേം പറയുമ്പോൾ ഇതൊക്കെ ഇങ്ങനെ എഴുതുമ്പോൾ കുറച്ചുകൂടെ നമ്മൾ വി ആർ ആപ്റ്റ് ടു ദ വേ ഹൗ വി റൈറ്റ് ദ ആൻസർ. മൊളാർ കണ്ടക്ടിവിറ്റി ഓഫ് NH4Cl തന്നിട്ടുണ്ട് 129.8. ലിമിറ്റിംഗ് മൊളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaOH തന്നിട്ടുണ്ട് 217.4. Then molar conductivity of NaCl തന്നിട്ടുണ്ട് 108.9. യെസ്. അപ്പോൾ അവർ ചിലർ കാണുന്നുണ്ട് മിസ് യൂണിറ്റ് എഴുതിയിട്ടില്ല. ഏതാ നമുക്ക് സിമെൻ സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ഇപ്പോൾ സെയിം തിങ് അല്ല, എക്സാമിന് ഇങ്ങനെ ഡാഷ് ഡാഷ് അടിക്കല്ലേ, ഫുൾ എഴുതിക്കോണം കേട്ടോ. ഇതിപ്പോൾ സെയിം ആയതുകൊണ്ടാണ്. Molar conductivity of 0.01 molar NH4OH solution is 9.33 Siemens centimeter square mole inverse. Molar conductivity of, അപ്പോൾ molar conductivity of 0.01, that means at a particular concentration തന്നിട്ടുണ്ട് 9.33 Siemens centimeter square mole inverse. Calculate the degree of dissociation of NH4OH. ആപ്ലിക്കേഷൻ ആയില്ലേ? ആൽഫ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. എന്തായിരുന്നു ഫോർമുല? യെസ്, കറക്റ്റ്. മൊലാർ കണ്ടക്ടിവിറ്റി അറ്റ് എ പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ബൈ ലിമിറ്റിംഗ് മൊലാർ കണ്ടക്ടിവിറ്റി. ഇതായിരുന്നു നമ്മുടെ ടു ഫൈൻഡ് ഔട്ട്. പിന്നെ ഫോർമുലയും കൂടെ ഇട്ടു, ടു ഫൈൻഡ് ഔട്ട് ആൽഫ and formula and the solution. Formula and the solution. FNS. Right? Fair skin അല്ല, FNS fair skin അല്ല ഉദ്ദേശിച്ച formula and solution. Right? just ഉമ്മ പറഞ്ഞ ഇപ്പം ലിമിറ്റിംഗ് മൊളാർ അറ്റ് എ പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ഓൾറെഡി തന്നിട്ടുണ്ട് 9.33. റൈറ്റ്, അറ്റ് എ പെർട്ടിക്കുലർ കോൺ. പക്ഷെ ലിമിറ്റിംഗ് ഇല്ല. ലിമിറ്റിംഗ് നമ്മൾ കണ്ടുപിടിക്കണം. NH4OHൻ്റെ കോൾറാഷിൻ്റെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ലിമിറ്റിംഗ് ഓഫ് NH4OH ഈസ് NH4OH വിൽ ബി ലിമിറ്റിംഗ്. ഇതിനെ അങ്ങ് ഒന്ന് ബ്രേക്ക് ചെയ്യാം. NH4 പ്ലസ് ലിമിറ്റിംഗ് മൊളാർ കണ്ടക്ടിവിറ്റി ഓഫ് OH മൈനസ്. ഇനി ആ NH4 പ്ലസ് OHും മേക്ക് ഓവർ ചെയ്യാൻ ഇതിനെ കമ്പൻസേറ്റ് ചെയ്തു Cl, OHനെ കമ്പൻസേറ്റ് ചെയ്തു NaOH മൈനസ് ലിമിറ്റിംഗ് മൊളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaCl അല്ലേ. കാരണം ആ രണ്ടെണ്ണവും വേണ്ട, നമുക്ക് NH4OH മതി. അപ്പോൾ NaCl ആദ്യം വന്ന് മൈനസ് ചെയ്യാം. പുട്ട് ദ വാല്യൂസ് 129.8. നിങ്ങളും എൻ്റെ കൂടെ തന്നെ ചെയ്യുന്നുണ്ടെന്ന് ധാരണയാണ്. NaOH 217.4 and NaCl 108.9. ഇതോട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ദാറ്റ് ഈസ് ലിമിറ്റിംഗ് മൊളാർ. ഇനിയും ജസ്റ്റ് അതിൽ സോൾവ് ചെയ്താൽ മതിയല്ലോ. സോ ഫൈനൽ ആൽഫ ഈസ് ഈക്വൽ ടു 9.33. റൈറ്റ്, സോൾവ് ഇറ്റ്. ഇവിടെ എത്രയാ വാല്യൂ കിട്ടുന്നത്? സോൾവ് ചെയ്യണോ? ശരി, 129.8 217.4 12 17. ഇങ്ങനെ കുറച്ച് നമ്മൾ കഷ്ടപ്പെട്ടിട്ടൊക്കെ സോൾവ് ചെയ്യണം കേട്ടോ. 4347.2 മൈനസ് ചെയ്യാൻ മാർക്കല്ലേ, മൈനസ് 108.9. സോ ദാറ്റ് വിൽ ബി 12 മൈനസ് 9 4. റൈറ്റ്, ഇവിടെ നിന്ന് കട്ട് ചെയ്ത് നമുക്ക് കൊണ്ടുവരാം. ഏജ് ഓൾ ടെക്നിക്ക് ഒന്നും മറന്നു പോകല്ലേ കേട്ടോ. 8 3 2. So we have 238.4. ഇത് ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്നത് 0.039 ആൽഫ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഇനി രണ്ട് രീതിയിൽ. ആൽഫ ഇതാ,
ആൽഫയ്ക്ക് പെർസെൻറ്റേജ് ഇടുവാന്നേ, അത് ചോദിച്ചെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് എഴുതിയാൽ നല്ലതല്ലേ, മൾട്ടിപ്ലൈ ബൈ, കാരണം ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ഒക്കെ ഈ പെർസെൻറ്റേജിലല്ലേ. സോ ദാറ്റ് വിൽ ബി 3.9%. യെസ്, ഓപ്ഷനിലൊക്കെ ചിലപ്പം ഓപ്ഷനിലാന്നേ 4 ഒക്കെ തന്നാൽ അത് എടുക്കാം. ഇസ്ൻ്റ് ഇറ്റ് റൈറ്റ്? ഇപ്പം നല്ല റേഞ്ചൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് അല്ലേ. കോൾറാഷും അതിൻ്റെ ആപ്ലിക്കേഷൻ, റൈറ്റ്? ഓക്കെ, സോ that was about Kohlrausch law and its application, right? ഇപ്പോൾ ക്ലാസ് സെക്ഷനിൽ ചിലപ്പോൾ ഒക്കെ ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ സോൾവ് ചെയ്യുമ്പോൾ ഈ പിള്ളേർക്ക് നമ്മൾ ചെറിയ അവസരമൊക്കെ കൊടുക്കാറുണ്ട്. ഇപ്പം ഞാനും പറഞ്ഞു ഫിസിക്കൽ, ഇനോർഗാനിക്, ഓർഗാനിക് ഏത് വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചോളൂ, ഐ എം റെഡി ടു സേ ദ ആൻസർ. നമ്മളിങ്ങനെ അഹംഭായിട്ട് പറയത്തില്ലേ, ഏത് വേണേ ചോദിച്ചോ, വി ആർ റെഡി ടു ആൻസർ. ഒരു കുട്ടി എണീച്ച് ചോദിച്ച്, മിസ് ഓർഗാനിക് നല്ല സെക്ഷനൊക്കെയാണ്, സോ ക്യാൻ ഐ ആസ്ക് യു വൺ ക്വസ്റ്റ്യൻ, വൈ കാർബൺ ഈസ് ഹാവിങ് എ ചോയ്സ് ടു മാരി ഓൺലി ഹൈഡ്രജൻ? എന്താവുക ആൻസർ പറയുക? വൈ കാർബൺ ഈസ് ഹാവിങ് ആൻ ഇൻറ്റൻഷൻ ഓൺലി ടു മാരി ഹൈഡ്രജൻ? എന്താ ഹൈഡ്രജനെ ഇത്രയും ഇഷ്ടപ്പെടുന്നത്? ഇപ്പം ഞാൻ പറഞ്ഞു, ഓക്കെ, is it chemistry, out of chemistry? So he told this funny answer. പറഞ്ഞു ഫൈൻ. അപ്പോൾ ഞാൻ ഇരുന്ന കുട്ടികളോട് പറഞ്ഞു, യു ക്യാൻ സേ സം ഫണ്ണി ആൻസേഴ്സ്. ഇപ്പോൾ കുറേ പേര് പറഞ്ഞു ഹൈഡ്രജൻ ചെറുതാ, ഹൈഡ്രജൻ ഈസ് ബ്യൂട്ടിഫുൾ, ഹൈഡ്രജൻ ലുക്സ് വെരി നൈസ്. പെട്ടെന്ന് എനിക്ക് ക്ലിക്ക് ചെയ്ത ഒരു ആൻസർ ആയിരുന്നു കാർബൺ. അത് ആ കുട്ടിക്കൊരു റൈറ്റ്, നമ്മളും അങ്ങോട്ടൊരു ഇങ്ങോട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ്റെ അപ്പുറത്തോട്ട് ഒരു 100% കൊടുക്കണ്ടേ. സോ ഐ ടോൾഡ് കാർബൺ intends to marry hydrogen because it knows that it has to make a hydrocarbon family. ആൻഡ് ഈ ഹൈഡ്രോകാർബൺ ഫാമിലി വന്നാലല്ലേ ഒരു ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് പോർഷൻ വരത്തുള്ളൂ. ആൻഡ് അങ്ങനെയാണെങ്കിലല്ലേ നിങ്ങൾക്ക് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞ് പഠിപ്പിക്കാനൊക്കെ ഉള്ളൂ. That's why carbon married hydrogen, because it intended to make a whole family of hydrocarbon, and that's what is our organic chemistry, isn't it? Correct question, correct answer അല്ലായിരുന്നോ? അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയിക്കാം. ഇപ്പം നിങ്ങൾക്കും ഇങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഫൈൻ. അപ്പോൾ ഫണ്ണി ആൻസേഴ്സ് ലൈറ്റ് വാട്ട് എവർ ഇറ്റ് ഈസ്, റൈറ്റ്. സജസ്റ്റ് എ വേ ടു ഡിറ്റർമൈൻ ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് വാല്യൂ ഓഫ് വാട്ടർ. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴത്തേക്ക് പെട്ടെന്നെടുത്ത് വാട്ടർ അല്ലേ, എന്ത് സിമ്പിളാ. കോൾറാഷ് ലോ അനുസരിച്ച് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് H+, അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്തു, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് OH-. അപ്പോൾ ഒന്നോർക്ക് അവർ ഇത് മാത്രമല്ല ഇൻറ്റൻറ്റ് ചെയ്യുന്നത്, അവർ ഫൈനൽ ഇൻറ്റൻറ്റ് ചെയ്യുന്നത് ശരി നിങ്ങൾക്ക് H+OH കിട്ടണം. അപ്പോൾ അവർ ഇൻറ്റൻറ്റ് ചെയ്യുന്ന സംതിങ് ആ H+ അത് ഏത് ഫോമില, OH അത് ഏത് ഫോമില, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് മെയിൻ ബേസിസ് എന്ന് നമുക്കും അറിയാം. അപ്പോൾ അത് ഏത് ഫോമിലായിരിക്കണം അതിൻ്റെ വാല്യൂ? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് H+ പ്ലസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് Cl-, ദാറ്റ് ഈസ് ടുഗെദർ HCl അല്ലേ, പ്ലസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് Na+, പ്ലസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് OH-. ഇനി ഇതിൽ നിന്ന് നമുക്ക് വേണ്ടത് H+ഉം OH മാത്രമല്ലേ, അപ്പോൾ ബാക്കി അങ്ങ് മൈനസ് ചെയ്താൽ മതിയല്ലോ, Na and Cl, isn't it? So ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് H+, OH-, Cl- ഉം Na-യും നമുക്കങ്ങ് മാറ്റിക്കളഞ്ഞാൽ മതിയല്ലോ. സോ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് H+, limiting molar conductivity of OH-, minus limiting molar conductivity of Na+, limiting molar conductivity of Cl-. ഇനിയും വേണേ നമുക്ക് ഈ രീതിയിലും എഴുതാം, ഇത്രയും വരെ ഫിനിഷ് ചെയ്യാം. ഓർ യു ക്യാൻ റൈറ്റ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് HCl പ്ലസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് NaOH മൈനസ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ്, ഇവിടെ അഡീഷണൽ വന്നത് Cl-ഉം Na അല്ലേ,
NaCl. Isn't it? ഇപ്പോൾ നമ്മൾ ചിന്തിക്കുന്നതായിരിക്കും എന്തിനാ ഇത്രയും ലെങ്തി ആക്കുന്നത്? H2O സിമ്പിൾ H+NOH- എന്ന് ജസ്റ്റ് എഴുതിയാൽ മതിയല്ലോ. ആണോ? പക്ഷെ നമ്മൾ 1 മാർക്ക് നല്ല പ്രസൻറ്റബിൾ ആയിരിക്കണ്ടേ? റൈറ്റ്? ഓക്കെ. അപ്പോൾ ആ പ്രസൻറ്റേഷൻ വർക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ്? H എന്ന് പറയുമ്പോൾ ഇറ്റ്സ് ഇൻ ദ ഫോം ഓഫ് HCl. OH എന്ന് പറയുമ്പോൾ ഐദർ KOH ഓർ NaOH. അപ്പോൾ അതെങ്ങനെ സെഗ്രിഗേറ്റ് ചെയ്യുക? അതായിരിക്കണം വേണ്ടത്. അപ്പോൾ ആ ഒരു കവർ ഫുള്ള് ഇപ്പോൾ ഈ മൂന്ന് രീതികൾ അല്ലെങ്കിൽ ആ ബ്രീഫായി തന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ ദാറ്റ് വിൽ ഗെയിൻ യു ഫുൾ മാർക്സ്. ഇപ്പോൾ ചില ടീച്ചേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട് ടു ടെസ്റ്റ് യു ഇൻ ഓൾ ദ വേ. അപ്പോൾ ആ ഒരു ഓൾ ദ വേ അവിടെ വരണം. ബിക്കോസ് ക്യാൻ ബി ഒരു കുട്ടി ഇപ്പോൾ H+OH- മാത്രം എഴുതി, മൈറ്റ് ബി ടീച്ചർ മേ ഗീവ് ഹിം ഹാഫ് മാർക്സ്, ചിലതൊന്നും തരത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ സേഫ് സൈഡ് ആവണം. Write the whole steps, right? So can we move to the next one? Again simple. Molar conductivity is denoted by symbol molar conductivity. Is related to conductivity of solution by the equation K is conductivity and C is the concentration. Obviously you might have understood. കാരണം നമ്മൾ ലാസ്റ്റ് 3 to 4 questions അതേ ഫോർമുല ബേസ് തന്നെയാണ് ചെയ്തത്. Yes, it is molar conductivity is equal to K by that of C, right? Yes, and that's molar conductivity is equal to K by C, isn't it? K into 1000 by C, okay, അത് യൂണിറ്റ് വെച്ചൊക്കെ അല്ലേ. ഇപ്പോൾ ഡയറക്റ്റ് ഫോർമാറ്റ് വരുമ്പോൾ ഇതല്ലേ. ഓക്കെ, ഡൺ, ഗുഡ്. അടുത്ത പിന്നെയും ബാറ്ററീസ് സിമ്പിൾ ടൈപ്പ്. നമ്മുടെ ബാറ്ററീസ് മെനി സെൽസ് കണക്റ്റഡ് ടുഗദർ. പ്രൈമറി ആവാം, സെക്കൻഡറി ആവാം. അപ്പം എന്താ ഈ പ്രൈമറി ബാറ്ററി എന്ന് പറയുന്നത്? അതിൻ്റെ എക്സാമ്പിൾ തരാം. നമ്മൾ ഡോളിനകത്ത്, ടോയിനകത്ത്, ക്ലോക്കിനകത്തൊക്കെ ബാറ്ററി യൂസ് ചെയ്യുന്നത്, റൈറ്റ്? അതാ പ്രൈമറി. അപ്പോൾ ആ പ്രൈമറി ബാറ്ററിക്ക് ക്വാളിറ്റി എന്താ ഉള്ളത്? റിയാക്ഷൻ ഒക്കേഴ്സ് ഓൺലി വൺസ് ആൻഡ് ആഫ്റ്റർ യൂസ് ഓവർ എ പീരിയഡ് ഓഫ് ടൈം the battery becomes dead. പിന്നെ ജീവനില്ല, ചെയ്യത്തില്ല. and cannot be reused again. കറക്റ്റ് അല്ലേ? നമ്മുടെ സെല്ലിൻ്റെ ഒക്കെ ഒന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ റിയാക്ഷൻ ചെയ്തങ്ങ് തുടങ്ങുക. the reaction occurs only once. just സ്റ്റാർട്ട് ചെയ്തു, റിയാക്ഷൻ സ്റ്റാർട്ട്സ് and after use over a period of time battery mature and cannot be reused again. Isn't it the first one? നമ്മൾ സെക്കൻഡ് കൂടെ ഒന്ന് നോക്കാം. ദ റിയാക്ഷൻ ഒക്കേഴ്സ് ഓൺലി വൺസ് ആൻഡ് ആഫ്റ്റർ യൂസ് ഇറ്റ് ക്യാൻ ബി റീചാർജ്ഡ് ആൻഡ് റീയൂസ്ഡ് അഗെയിൻ. അതൊക്കെ നമ്മുടെ സെക്കൻഡറി സെല്ലല്ലേ. മൊബൈൽ ചാർജ് തീർന്നു കഴിഞ്ഞിട്ട് എടുത്ത് കളയുമോ പുതിയ മൊബൈൽ? നല്ല പരിപാടിയാണ്, പക്ഷേ റൈറ്റ്. സോ ദ റിയാക്ഷൻ ഈസ് റിവേഴ്സ് പീരിയോഡിക്കലി ആവാറില്ല. ഇലക്ട്രോൺ റിയാക്ഷൻസ്, റൈറ്റ്? സോ ദാറ്റ് മീൻസ് വൺസ് ഓൺലി ചേർന്ന് കഴിഞ്ഞിട്ട് ഇറ്റ് ഈസ് ഡെഡ്, വി ത്രോ ഇറ്റ് and you can and cannot be reused again and again. നമ്മൾ ത്രോ ചെയ്യുക. ഇപ്പോൾ ചോദിക്കുക ആക്രിക്കാർ എന്തിനാ അത് യൂസ് ചെയ്യുന്നല്ലേ? അവരത് കൊടുത്തിട്ട് അതിൻ്റെ പല പർപ്പസൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്കും അറിയാം. മോസ്കിറ്റോ കോയിലിലൊക്കെ കണ്ടിട്ടില്ലേ ഇടയ്ക്കത്തെ റോഡ്, ഗ്രഫൈറ്റ് റോഡ്, അതൊക്കെ ഇതിൽ നിന്ന് എടുക്കുന്നതല്ലേ. അതുകൊണ്ട് അവർ പിക്കപ്പ് ചെയ്യുന്നത്. ഓക്കെ, സോ അടുത്ത why is the voltage of mercury cell constant during its വർക്കിംഗ്? ചില സമയത്ത് ഇത് പോയിൻറ്റ്സ് ഒക്കെ നമ്മൾ വിട്ടു പോകും കേട്ടോ. കാരണം മെർക്കുറി സെല്ല് വലിയ ഇമ്പോർട്ടൻസ് ഇല്ലേലും അതിൻ്റെ യൂസസും ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ടാണ് ഇതെടുത്ത് കൊണ്ടുവന്നത്. വൈ ഈസ് വോൾട്ടേജ് ഓഫ് മെർക്കുറി സെൽ കോൺസ്റ്റൻറ്റ്? സിമ്പിൾ റീസൺ, ഇൻ ഇറ്റ്സ് റിയാക്ഷൻ ആനോഡും കാത്തോഡിക് റിയാക്ഷൻ, ഇൻ ഇറ്റ്സ് റിയാക്ഷൻ reactant as well as product, they are in solid as well as product, are in solid and liquid state, and they don't change the concentration. Solid and liquid, they do not change the concentration. Solid and liquid state ആയതുകൊണ്ട് they don't change the concentration, right? അടുത്ത പോയിന്റ് എഴുതാം.
concentration do not change. Since ions illalo, concentration do not change. Hence, voltage of mercury cell remains constant during its work. ഇനി ചില കുട്ടികൾ ഇങ്ങനെ ചിന്തിക്കുക, ടീച്ചർ ഞാൻ ഇങ്ങനെ എഴുതി, റിയാക്ടൻറ്റും റിയാക്ഷനകത്ത് ആനോഡിക്കും കാത്തോഡിക് റിയാക്ഷനിലും there is no ion, one and the same. You can use the second language, no ions. No ions, correct wording കേട്ടോ, no ions. That means they are in solid and liquid. Concentration do not change much during the concentration do not change much while in use. So that's why. പിന്നെ നമ്മൾ കുറച്ചിങ്ങനെ വലിച്ചൊക്കെ എഴുതണ്ടേ, അപ്പം ഇതും കൂടെ എഴുതിയാൽ കുഴപ്പമില്ല. ഗോ ഫോർ ദ നെക്സ്റ്റ്. കൊറോഷനീന്ന് വലിയതായിട്ട് ചോദിക്കാറില്ല, എന്നാൽ ഇത് ചിലപ്പം ചോദിക്കാമെന്നേ ഉള്ളല്ലോ. റസ്റ്റ്, റൈറ്റ്? വാട്ട് ഈസ് റസ്റ്റ്? ഇറ്റ്സ് എ മിക്സ്ചർ ഓഫ് ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്, Fe2, Fe2O3, ഫെറിക് അല്ലേ, Fe+3, ഹൈഡ്രേറ്റഡ് വാട്ടർ ആഡ് ചെയ്ത ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ് ആൻഡ് ഫെറിക് ഹൈഡ്രോക്സൈഡ്. ഇപ്പോൾ ചിലപ്പോൾ ഒക്കെ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ സാധാരണ നിലയിലുള്ള ക്വസ്റ്റ്യൻസ് സ്കിപ്പ് ചെയ്യും. പക്ഷേ ആ ഒരു മാർക്കൊക്കെ ആയിരിക്കും നമ്മുടെ ഫുൾ മാർക്ക് പോകുന്നതിന് ഒരു ബുദ്ധിമുട്ട് പ്രയാസങ്ങളുണ്ടാകും. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യനും ഷുഡ് ബി വാല്യുബിൾ. സോ ഹൈഡ്രേറ്റഡ് ഫെറിക് ഓക്സൈഡ്, ദാറ്റ് ഈസ് വാട്ട് ഈസ് റസ്റ്റ്. നെക്സ്റ്റ്, name the cell used for low current devices, hearing aids, watches അല്ലേ? കാണാമെങ്കിൽ നമ്മുടെ വാച്ചൊക്കെ. പിന്നെ വാച്ച് എന്ന് പറയുമ്പോൾ ഈ ചിലപ്പോൾ നമ്മൾ വാച്ചൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ വളരെ ലെസ് കോസ്റ്റിലും കിട്ടാറുണ്ട്, വളരെ ഹൈ കോസ്റ്റ്. ഈ സെല്ലൊക്കെ ഉപയോഗിച്ചാൽ കോസ്റ്റ് ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ ഹിയറിങ് എയ്ഡ്സ്, കേൾക്കാനൊക്കെ ഇവിടെ ഇങ്ങനെ പുറകിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു എക്യുപ്മെൻ്റ് എന്ന്, അതിലും യൂസ് ചെയ്യുന്നതാ ഈ സെൽ. ഗീവ് ദ ഹാഫ് സെൽ റിയാക്ഷൻ ഫോർ സച്ച് എ സെൽ. അപ്പം ആദ്യം നമ്മൾ ഏത് സെല്ലാന്ന് ഐഡൻറ്റിഫൈ ചെയ്യണ്ടേ? യെസ്, യു ആർ റൈറ്റ്, ഇറ്റ് ഈസ് മെർക്കുറി സെൽ, റൈറ്റ്? മെർക്കുറി സെൽ. അപ്പം ഇത് ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതുന്നതെന്ന്, അപ്പം ഐഡൻറ്റിഫൈ ചെയ്ത് എഴുതുക. അത് കഴിഞ്ഞ് നമ്മൾ റിയാക്ഷനിലോട്ട് വരാം. ആനോഡ് റിയാക്ഷൻ ആൻഡ് കാത്തോഡ് റിയാക്ഷൻ. ആനോഡ് സിങ്ക് അമാൽഗം, അമാൽഗമേറ്റഡ് മെർക്കുറി അല്ലേ, അമാൽഗമേറ്റഡ് സിങ്ക് ഇൻ ദ പ്രസൻസ് ഓഫ് ബേസ് ലൈക്ക് OH-, ഫുൾ എന്നെയോ ചെയ്തണ്ട, ഫോംസ് സിങ്ക് ഓക്സൈഡ്, വാട്ടർ ആൻഡ് സെഡ് എന്ന് പറയുന്ന +2 അയോണ്ട 2 ഇലക്ട്രോണെ ഗീവ്സ് 2 ഇലക്ട്രോൺ. ഇനി അടുത്ത കാത്തോഡിലപ്പോൾ ആരാ? കാത്തോഡ് വി ഹാവ് മെർക്കുറിക് ഓക്സൈഡ്. ഇങ്ങനെ ഓർത്തിരിക്കാവുന്ന റിയാക്ഷൻ ഇങ്ങനെ പഠിക്കുമ്പോൾ ഇത് ഇങ്ങോട്ട് വന്നു, +H2O +2 ഇലക്ട്രോൺസ്, റൈറ്റ്, വിൽ ഗിവ് യു മെർക്കുറി, റൈറ്റ്? Hg will be transferred as mercury and 2OH-. അപ്പോൾ ഇവിടെയും 2OH- വേണ്ടേ? അപ്പോൾ ആ ഒരു ബാലൻസിങ് പാർട്ട് അത് നമ്മൾ ഫുൾ റിയാക്ഷൻ എഴുതി കഴിഞ്ഞിട്ടൊക്കെ എഴുതിയാൽ മതി. ഇനി എങ്ങനെയാണ് ആനോഡും കാത്തോഡിനും മനസ്സിലായി? സിങ്ക് ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0. ഈ മെർക്കുറി കൂടിയല്ലേ വേറെയാ സിങ്ക് ഓക്സിഡേഷൻ, അമാൽഗമേറ്റഡ് സിങ്ക്, അതാണ് അത് ഓർപ്പിക്കുന്നത്. അമാൽഗമേറ്റഡ് സിങ്ക്, അമാൽഗമേറ്റഡ് സിങ്ക്, അമാൽഗമേറ്റഡ് എന്ന് പറഞ്ഞാൽ മെർക്കുറി ഉള്ളത്. 0 to +2 അതാന്നു ഇറ്റ് ഗോസ് ഫോർ ഓക്സിഡേഷൻ. ആനോഡിൽ ഓക്സിഡേഷൻ, കാത്തോഡ് റിഡക്ഷൻ, മെർക്കുറി +2 പോകുന്നത് 0. പിന്നെ വേണേൽ നമുക്ക് ഓവറോൾ റിയാക്ഷൻ എഴുതാം. only gives the half cell reaction for such a cell എന്നാണ് ഉദ്ദേശിച്ച്. ഓവറോൾ റിയാക്ഷൻ ഇനിയും വേണമെന്ന് പറഞ്ഞാൽ 2 കട്ട് H2 കട്ട്, the rest you can just write it down അല്ലേ? സിങ്ക് + HgO gives zinc oxide and Hg. റൈറ്റ്? സിമ്പിൾ തിങ് അല്ലായിരുന്നോ? മൂവ് ടു ദ നെക്സ്റ്റ് വൺ. ഓക്കെ, ഹൗ ഡസ് എ ഫ്യൂൽ സെൽ ഓപ്പറേറ്റ്? ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ബാറ്ററീസിൽ ചില
നല്ല റേഞ്ചുള്ള കൂടുതൽ ചോദിക്കുന്നത് ആൾക്കാരെ മാത്രമേ കൊണ്ടുവരുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ ചോദിക്കാവുന്നത് നമുക്ക് ഈ ടൈപ്സാണ് കേട്ടോ. റൈറ്റ്, ഇങ്ങനത്തെ ടൈപ്സ് ആയിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. സ്പെഷ്യലി നമ്മുടെ CBSE സ്റ്റേറ്റ് കുട്ടികൾക്ക് കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ പ്രിഫറും ചെയ്തിട്ടുള്ളത്. ഹൗ ഡസ് ഫ്യൂവൽ സെൽ ഓപ്പറേറ്റ്? ഇപ്പോൾ ഫ്യൂവൽ സെല്ലിൻ്റെ ഓപ്പറേറ്റിംഗ് രീതി എന്താ ഫ്യൂവൽ സെൽ ചെയ്യുന്നത്? അപ്പോൾ അതിൽ ഫസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ അതനുസരിച്ച് ആൻസർ. ഫ്യൂവൽ സെൽ ഏത് എനർജിയിലോട്ട് മാറ്റുന്നു? ഫ്യൂവൽ സെൽ കൺവേർട്സ്, അതിൽ സ്റ്റോർ ചെയ്യുന്ന കെമിക്കൽ എനർജി അല്ലേ, കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി. കെമിക്കൽ എനർജി ടു ഇലക്ട്രിക്കൽ എനർജി, കറക്റ്റ് അല്ലേ? 2 പോയിന്റ് എന്ത് ചോദിച്ചു അതിൻ്റെ ആയ ആൻസർ ടു ഇലക്ട്രിക്കൽ എനർജി. റൈറ്റ്, അപ്പോൾ ആ ഒരു പോയിന്റ്. ഹൗ ഡസ് ദ ഫ്യൂവൽ സെൽ ഓപ്പറേറ്റ് നമുക്ക് കൊണ്ടുവരാം. ഫ്യൂവൽ സെൽ ഓപ്പറേറ്റ് ഇനിയും പറയാനുണ്ട്. വൈ വി പ്രിഫർ ഇറ്റ് ഓവർ ദ അതർ കൺവീനിയൻറ്റ് ഫ്യൂവൽ സെൽ. അപ്പോൾ അതിൻ്റെ പ്രിഫറൻസ് എന്താ? ദേ ആർ പ്രിഫേർഡ്. എന്താ പ്രിഫർ ചെയ്യുന്ന? യെസ്, കറക്റ്റാ. ദേ ആർ preferred because they are eco-friendly and pollution free. Eco-friendly and pollution free. Right. Pollution free. ഇനി നെക്സ്റ്റ് ഓപ്പറേറ്റും റൈറ്റ് ദ കംപ്ലീറ്റ് റിയാക്ഷൻ ഒക്കെ. അപ്പോൾ ബെസ്റ്റ് തിങ് ഇതിൽ നമ്മൾ ഇതിൻ്റെ ഡയഗ്രാം ഡെഫിനറ്റ്ലി ഡ്രോ ചെയ്യുക. ഡയഗ്രാം ആസ് ഇറ്റ് ഇൻ ദ ടെക്സ്റ്റ് ബുക്ക്. ഡയഗ്രാം യു ഹാവ് ടു ഡ്രോ ഇറ്റ്. റൈറ്റ്, ഡയഗ്രാം ഡ്രോ ചെയ്ത് കാണിക്കുക. ഫൈൻ, ഓക്കെ. ആ ഡയഗ്രാം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. റഫ്ലി ഇപ്പം ഡ്രോ ചെയ്ത് വരുമ്പോഴത്തേക്ക് എക്സാക്ട്ലി ആപ്റ്റ് വാട്ട് ഈസ് ഗിവൻ ഇൻ പോറസ്. ഇവിടെ നിന്ന് കുറച്ച് റബ്ബർ ഇട്ടിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് പോറോസിറ്റി കാണിക്കാനാന്നേ. ഒരു സൈഡിൽ നിന്ന് നമുക്ക് ഓക്സിജൻ ഗ്യാസ് പാസ് ചെയ്യുക, ഒരു സൈഡിൽ നിന്ന് ഹൈഡ്രജൻ ഗ്യാസ് പാസ് ചെയ്യുക. ഫൈൻ, ഇനി ഇവിടെ നിന്ന് ഒരു ഔട്ട്ലുക്ക് ഉണ്ട്. അവിടെ നിന്നാന്നു നമ്മൾ ഈ പറയുന്നത് പ്രൊഡക്റ്റ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്. ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന വാട്ടർ ആന്നേ. ആൻഡ് ഇവിടെയാന്നു ഇലക്ട്രോലൈറ്റ്, ഈ നടുക്കാന്നു നമ്മുടെ ഇലക്ട്രോലൈറ്റ് നമ്മൾ NaOH, മോയിസ്റ്റ് NaOH ഓർ മോയിസ്റ്റ് KOH, മോയിസ്റ്റ് NaH. അപ്പം ഡയഗ്രാമിൻ്റെ ഭംഗിക്കാട്ടും കൂടുതൽ അത് കറക്റ്റ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അത് വരണേ. ഇപ്പോൾ ഡയഗ്രാം ഡ്രോ ചെയ്തു, നമ്മൾ പറഞ്ഞു അതെന്താ പ്രിഫറബിൾ എന്ന് പറയുന്നു. ഫൈൻ, ഇനി ഇതിൻ്റെ വർക്കിംഗ് ചെറുതായിട്ട് മതി. ഓക്സിജൻ ഗ്യാസ് ഇടയ്ക്ക് വരുന്നത് ഇലക്ട്രോലൈറ്റ് മോയിസ്റ്റ് NaOH റിയാക്ട് ചെയ്തു, ഹൈഡ്രജനും കൂടി വാട്ടർ ഫോം ചെയ്തു. അപ്പം ശരിക്കും ഇതിൻ്റെ ഫുൾ ആ പ്രൊസീജിയർ എന്ന് പറയുന്നത് നിങ്ങളുടെ ആ റിയാക്ഷനിൽ തന്നെ വരും. ദാറ്റ് ഈസ് റൈറ്റ് ഡൗൺ ദ ആനോഡിക് ആൻഡ് ദ കാത്തോഡിക് റിയാക്ഷൻ. കംപ്ലീറ്റ് അവിടെ വന്നോളും എന്താ അവിടെ സംഭവിക്കുന്നത്. സോ അവർ ആനോഡിക് റിയാക്ഷൻ ആൻഡ് ദി കാത്തോഡിക് റിയാക്ഷൻ അതങ്ങോട്ട് വന്നാൽ മതി. റൈറ്റ്, സോ അവർ ആനോഡിക് റിയാക്ഷൻ H2 ഹൈഡ്രജൻ, ഇലക്ട്രോലൈറ്റ് മോയിസ്റ്റ് KOH ഇല്ലേ, OH മൈനസ് എടുത്തു, ഗിവിങ് ഔട്ട് വാട്ടർ. പിന്നെ 2 ഹൈഡ്രോജൻ അല്ലേ, 2 ഇലക്ട്രോൺ. എനിക്കറിയാം ബാലൻസ് ഒക്കെ വരേണ്ട ആയിട്ടുണ്ട്. റൈറ്റ്, കംപ്ലീറ്റ്ലി ബാലൻസ് ഒക്കെ ആയില്ല, ബാലൻസ് ചെയ്യാനായിട്ട് വരാറുണ്ട്. അപ്പോൾ ഇവിടെ 2 ഇട്ടു 2. റൈറ്റ്, കംപ്ലീറ്റ് ബാലൻസിങ് ഒക്കെ വരട്ടെ. ആൻഡ് ഇവിടെ 2, അപ്പോൾ ടോട്ടൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന എണ്ണം 4 ആയില്ലേ. സോ ദിസ് വി ഷുഡ് ഗോ ഫോർ 4 ഇലക്ട്രോൺ. അപ്പം നിങ്ങൾക്ക് വേണേൽ അത് ഡയറക്റ്റ് ചെയ്താൽ, അല്ലെങ്കിൽ ആദ്യം H2 + OH മൈനസ് ഗിവ്സ് H2 + 2 മൾട്ടിപ്ലൈ ബൈ 2 ഇങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല. സോ ദാറ്റ് വാസ് ദ ആനോഡിക് റിയാക്ഷൻ, ഹൈഡ്രജൻ. നെക്സ്റ്റ് കാത്തോഡിക് റിയാക്ഷൻ, നമ്മുടെ ഓക്സിജൻ്റെ. ഈ കാത്തോഡിക് ഒന്ന് ഓർപ്പിച്ചേക്കാം, നമ്മൾ ആദ്യം H2SO4 എഴുതിയില്ലേ, അത് തന്നെ അങ്ങോട്ട് റിവേഴ്സ് എഴുതിയാൽ മതിയേ. 2H2O
plus O2, right, plus 4 electron gives 4 OH minus. സെയിം അല്ലേ? തിരിച്ചിട്ടെന്നേ ഉള്ളൂ കേട്ടോ. സോ കംപ്ലീറ്റ് സെൽ റിയാക്ഷൻ, ആനോഡും കാത്തോഡും ആൻഡ് ഓവറോൾ സെൽ റിയാക്ഷൻ. ഈ രണ്ടിൻ്റെ ഓവറോൾ എടുക്കുക, 4 കട്ട് ചെയ്യുക, ഏതൊക്കെയാണെന്ന് സിമിലർ അത് കട്ട് ചെയ്തിട്ട് ബാക്കി എടുത്ത് ഇട്ടാൽ മതി. ഓവറോൾ ഏതില്ലേലും കുഴപ്പമില്ല. ആനോഡ് കാത്തോഡിൽ എന്ത് റിയാക്ഷൻസാണ് ഉണ്ടാവുന്നത്, ഇനി പ്രിഫറബിളാ ഓവറോൾ റിയാക്ഷൻ അങ്ങനെ എഴുതിക്കോ. ഓവറോൾ ഇത് രണ്ടും നോക്കി തന്നെ എഴുതുന്നത് കേട്ടോ. 4 ഇലക്ട്രോൺസ് ദാറ്റ് ഗെറ്റ്സ് ക്യാൻസൽ. ബാക്കി വരുന്നത് 2H2O that gets cancel. H2 plus O2, right? H2 plus O2, 2O2, right? അപ്പോൾ അവിടെ ഒരു ചെറിയ ഇത് 2 വാട്ടർ എന്ന് പറയുന്നത് 4 വാട്ടർ മോളിക്യൂൾസ് വരുന്നുണ്ട്, 4 വാട്ടർ മോളിക്യൂൾസ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണേ റിയാക്ഷൻ ആനോഡിൻ്റെ ഇങ്ങനെ കാണിച്ചേക്കാം. അപ്പോൾ ആനോഡിൻ്റെ റിയാക്ഷൻ നമുക്ക് ഈ രീതി കാണിച്ചേക്കാം. ആനോഡ് H2, ഇപ്പോൾ സ്റ്റാർട്ടിങ് ഓരോരോ വഴി എഴുതി നമുക്കൊന്ന് പോയേക്കാം. H2 2OH minus will give you 2H2O plus 2 ഇലക്ട്രോൺ. അല്ലെ പിന്നെ എൻഡി വരുമ്പോഴത്തേക്ക് ഒരു ബുദ്ധിമുട്ട്. ഇനി നെക്സ്റ്റ് സ്റ്റേജ് മൾട്ടിപ്ലൈ ബൈ 2. അപ്പോൾ മൾട്ടിപ്ലൈ ബൈ 2 ഇവിടെ കാണിക്കുക. അന്നേരം ഇങ്ങനെ 2H2 plus 4OH minus, right, will give you 4H2O plus 4 ഇലക്ട്രോൺ. ഇതായിരിക്കണം നമ്മുടെ ആനോഡിക് റിയാക്ഷൻ. അപ്പോൾ അത് ഡിറക്റ്റ് ചെയ്താൻ അറിയില്ലേ ഈ രീതിയിൽ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് ദെൻ ഗോ ഫോർ ദ സെക്കൻഡ് സ്റ്റെപ്പ്. എന്നിട്ട് നമുക്ക് ഇവിടെ ഓവറോൾ റിയാക്ഷൻ 4. കാരണം ചിലപ്പോൾ ഡയറക്റ്റ് എഴുതുമ്പോഴത്തേക്ക് ചെറിയ പ്രയാസം വരും. 2H2, ഇപ്പോൾ ഇവിടെ നമ്മൾ ഇൻറ്റു 2 ഒക്കെ എഴുതേണ്ടി വരും. ഫൈനലി നമ്മൾ ഇങ്ങനെ ആക്കുമല്ലോ റിയാക്ഷൻ. 2H2 plus 4OH minus gives 4H2O plus 4 ഇലക്ട്രോൺ, റൈറ്റ്? അപ്പോൾ വേണേ ഈ രീതിയിൽ നമുക്ക് ഈ ഫ്രീക്വൻറ്റ് യു ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്. അത് കഴിഞ്ഞ് ഓവറോൾ റിയാക്ഷൻ എടുത്ത് ഇങ്ങനെ എഴുതിയാൽ മതി. ദെൻ ആനോഡ് ആൻഡ് കാത്തോഡ് ആയിട്ട് പോയാൽ മതി. ഈസി അല്ലേ? കറക്റ്റ് ആയില്ലേ? അപ്പോൾ ഇവിടെ 4 ഇലക്ട്രോൺ കട്ട് ചെയ്തു. ഓവറോൾ റിയാക്ഷൻ യു ക്യാൻ റൈറ്റ് 2H2 4OHും കട്ടായില്ലേ, പ്ലസ് O2. ഇനി ഇവിടെ ആ 4H2O കൂടുതൽ കിടക്കുമ്പോഴുള്ള 4H2O മൈനസ് 2H2O, 4H2O മൈനസ് 2H2O, ദാറ്റ് വിൽ ഗിവ് യു 2H2O. നോക്കിക്കേ, കറക്റ്റ് അല്ലേ? 2H2 ഓക്സിജൻ 2, ദ വെൽ ഇനഫ് ബാലൻസ്ഡ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ റിയാക്ഷൻ വേണമെന്ന് പറഞ്ഞത് ആ സെക്കൻഡ് പാർട്ട്, റൈറ്റ്? കംപ്ലീറ്റ് റിയാക്ഷൻ വിച്ച് ടേക്സ് പ്ലേസ് വിത്ത് റെസ്പെക്ട് ടു ഹൈഡ്രോജൻ ഓക്സിജൻ ഫ്യൂൽ സെൽ. അപ്പം നിങ്ങൾക്ക് വേണേൽ ഇതിനെ എലാബറേറ്റ് ചെയ്യാം. എലാബറേറ്റ് കുറച്ചിങ്ങനെ വലിച്ചൊക്കെ നീട്ടി എഴുതാം. ഫ്യൂൽ സെല്ല് കൺവേർട്സ് കെമിക്കലിനെ ഇലക്ട്രിക്കൽ ആക്കുന്ന പ്രിഫർ എന്താ, എക്കോ ഫ്രണ്ട്ലി, പൊല്യൂഷൻ ഫ്രീ, കുറച്ചുകൂടെ ആഡപ്പ് ചെയ്യാം. ഡയഗ്രാം ഒത്തിരി ഭംഗിയല്ല, കറക്റ്റിലോട്ട് വരിക. ഹൈഡ്രോജൻ ആനോഡ്, ഓക്സിജൻ കാത്തോഡ്, ഇലക്ട്രോലൈറ്റ് യൂസ് ചെയ്യുന്ന മോയിസ്റ്റ് KOH ഓർ NaOH, അത് ഇൻഡിക്കേറ്റ് ചെയ്യാം. കാരണം റൈറ്റിംഗ് ടു ബി മോർ പെർഫെക്റ്റ്, എല്ലാ കാര്യങ്ങളും അങ്ങോട്ട് എഴുതുന്നതല്ലേ നല്ലത്. So that was our question. Let's move to the next one. ചെറിയ question. What is the electrolyte used in a dry cell? നമ്മുടെ ഡ്രൈ സെൽ ബാറ്ററി electrolyte use is ammonium chloride plus manganese oxide and carbon. കഴിഞ്ഞു. ആകെ ഒരു മാർഗ്ഗം. ഇനി ഇതിനെക്കാട്ടും കൂടുതൽ നമുക്ക് ആനോഡ് എന്താ, കാത്തോഡ് എന്താ, അതെല്ലാം വേണ്ട. ഡയറക്ട്ലി യു ക്യാൻ ജസ്റ്റ് ഗോ ഫോർ ദിസ് മച്ച്, ഏതാന്നു ഇലക്ട്രോലൈറ്റ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. അവർ 1 മാർക്കിൻ്റെ മീൻസ് എന്താ. പിന്നെ ചിലപ്പോൾ സ്കൂളിൽ നമുക്ക് ടച്ചസ് കാത്തോഡ് ഏതാ, ടച്ചസ് ആനോഡ്, ഇനി ആ രീതിയിൽ എഴുതിയാലും കംഫർട്ടബിളാണ്, സൈലൻറ്റ്, കൂൾ, നോ പ്രോബ്ലം. ടച്ചസ് കാത്തോഡ് ഏത്, ടച്ചസ് ആനോഡ് ഏത്, അത് വന്നാലും ഒരു ബുദ്ധിമുട്ടില്ല. ഓർ യു ക്യാൻ ജസ്റ്റ് റൈറ്റ് അമോണിയം ക്ലോറൈഡ്, മാംഗനീസ് ഓക്സൈഡ് ആൻഡ് കാർബൺ. ഫൈൻ. ഇപ്പോൾ ടച്ചിങ് കാത്തോഡ്, ടച്ചിങ് ആനോഡ് കുഴപ്പമില്ല, അങ്ങനെ ആയാലും 1 മാർക്കല്ലേ. അപ്പോൾ അടുത്ത വരുന്നത് നമ്മുടെ സ്കൂളിലൊക്കെ ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്നുണ്ടായിരിക്കും, അയ്യോ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞില്ലല്ലോ. ഒന്നുമില്ല കേട്ടോ, ക്വസ്റ്റ്യൻ പറയും. കാരണം എന്തായാലും നമുക്ക് ഉറപ്പാണ്
ഡെബേ കോൾറാഷ് വന്ന ഡെബേ ഓൺസാഗർസ് ഇക്വേഷൻ വരണ്ടേ? The following curve is obtained when molar conductivity is plotted against square root of concentration along y and x of two electrolyte x and y. അപ്പോൾ molar conductivity ആന്നു നമുക്ക് y ആക്സിസിൽ റൂട്ട് സി. ഡെബേ ഓൺസാഗർ നോ ഡൗട്ട് നമുക്ക് ആ ഗ്രാഫ് അറിയാം. അപ്പോൾ ഗ്രാഫിൽ നമ്മൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ആർക്ക് ലിമിറ്റിംഗ് മൊളാർ കണ്ടക്ടിവിറ്റി ഒക്കും അവരായിരിക്കണം നമ്മുടെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. ലിമിറ്റിംഗ് കണ്ടുപിടിക്കാം ബൈ ദിസ്. ഒക്കാത്തതോ ദാറ്റ് വിൽ ബി വീക്ക്. അതല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ എക്സ്ട്രാപൊലേറ്റ്, ഇവിടെ ആ ഗ്രാഫ് തന്നെ ഒന്ന് വരച്ചേക്കാം. ലിമിറ്റിംഗ് മൊളാർ കണ്ടക്ടിവിറ്റി സിമെൻസ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് ഇല്ല. നിങ്ങൾ ഗ്രാഫ് ഡ്രോ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. സ്ക്വയർ റൂട്ട് ഓഫ് സി. നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്യുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി അത് വൈ ആക്സിസെ ടച്ച് ചെയ്യുന്നില്ലേ? ദാറ്റ്സ് വാട്ട് ഈസ് അവർ ലിമിറ്റിംഗ് മൊളാർ കണ്ടക്ടിവിറ്റി. ഇങ്ങനെ ടച്ച് ചെയ്യുന്ന ആൾക്കാരെല്ലാം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. അതേ സമയത്ത് നമ്മുടെ വീക്ക് കണ്ടോ ഇങ്ങനെയായിരിക്കുന്നേ, നമ്മൾ എത്ര വിചാരിച്ചാലും ഇത് ടച്ച് ചെയ്യത്തില്ലല്ലോ. സോ ലിമിറ്റിംഗ് മൊളാർ ഒക്കത്തില്ലല്ലോ. അതിനല്ലേ നമ്മൾ കോൾറേഷ് പറയുന്നത്. സോ ലിമിറ്റിംഗ് കാൺ ബി ഒബ്റ്റെയിൻഡ്. ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് നോക്കിക്കേ. വാട്ട് ക്യാൻ യു സേ അബൌട്ട് ദ നേച്ചർ ഓഫ് ദീസ് ടു ഇലക്ട്രോലൈറ്റ്, എക്സും വൈയും? ഇപ്പോൾ പിടികിട്ടിയില്ലേ? എക്സ് നമുക്ക് എക്സ്ട്രാപൊലേറ്റ് ചെയ്താൽ കിട്ടും, സോ എക്സ് സ്ട്രോങ്. വൈ എക്സ്ട്രാപൊലേറ്റ് ചെയ്താൽ കിട്ടത്തില്ല, സോ വൈ വിൽ ബി വീക്ക്. How do you account for the increase in molar conductivity for the electrolytes X and Y with dilution? Account for increase in molar conductivity for the electrolytes X and Y with dilution. Dilution കൂടുമ്പോൾ number of ions കൂടും. Number of ions കൂടുമ്പോൾ conductivity കൂടും. Correct അല്ലേ? Yes. Right? Fine. So, how can you account for the increase in molar conductivity for electrolyte X and Y? Molar conductivity of X, strong electrolyte. Strong electrolyte. Increase ആവും. നമ്മൾ പറഞ്ഞല്ലോ, റൈറ്റ്? ഓൺ ഡൈല്യൂഷൻ molar conductivity X ആന്നു ഇവിടെ റെഫർ ചെയ്യുന്നിരിക്കുന്ന സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. molar conductivity of X which is a strong electrolyte increases തന്നെ ആരോ അല്ല, ആരോ മേളിലോട്ട് തന്നത് increases on dilution. നല്ല ഷാർപ്പായിട്ട് നല്ല രീതി ഇൻക്രീസ് ആവുന്നു. അതിന് കാരണം നമുക്ക് അങ്ങ് എഴുതിയേക്കാം. ബിക്കോസ് നമ്പർ ഓഫ് അയൻസ് കൂടുന്നു, നമ്പർ ഓഫ് അയൻസ് ഇൻക്രീസസ്. നീ മനസ്സിലായില്ലേ? ആരോ മേളിൽ ഇൻക്രീസ്, നിങ്ങൾ ഇതല്ലേ ഇൻക്രീസ് തന്നെ എഴുതുക. നമ്പർ ഓഫ് അയൻസ് ഇൻക്രീസസ്. സ്പേസിൻ്റെ ഒരു കുറവ് കാരണം ആരോ ഒക്കെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിനെ ഇൻക്രീസ് ചെയ്യുക ഓൺ ഡൈല്യൂഷൻ, നമ്പർ ഓഫ് അയൻസ് ഗോസ് ഓൺ ഇൻക്രീസ്. കറക്റ്റ് അല്ലേ? റൈറ്റ്. ഇനിയും വൈ വീക്ക് ഇലക്ട്രോലൈറ്റ് അതും എഴുതണം. ലിമിറ്റിംഗ് മൊളാർ ഓഫ് വൈ വിച്ച് ഇസ് എ വീക്ക് ഇലക്ട്രോലൈറ്റ്. സെയിം തിങ്, വീക്ക് ഇലക്ട്രോലൈറ്റ് increases on dilution. പക്ഷേ ഷാർപ്ലി, കറക്റ്റ് അല്ല, ബട്ട് ഷാർപ്ലി, റൈറ്റ്? ബട്ട് ഷാർപ്ലിയെ അങ്ങോട്ട് ഇൻക്രീസ് ആവുന്നുള്ളൂ, ബട്ട് ഷാർപ്ലി. അപ്പോൾ അതാ ഒരു ചെറിയ വ്യത്യാസം. റീസൺ സെയിമാണ്. നമ്പർ ഓഫ് അയൻസ് ദ സെയിം റീസൺ യു ക്യാൻ ഗിവ്. നമ്പർ ഓഫ് അയൻസ് ഇൻക്രീസസ്, അതൊന്നൊരു കുഴപ്പമില്ല. നമ്പർ ഓഫ് അയൻസ് ഇറ്റ് ഗോസ് ഓൺ ഇൻക്രീസിങ്. ഇപ്പോൾ റീസണ് ഒരു വ്യത്യാസവും ഇല്ല. പക്ഷെ ഷാർപ്ലി, ബട്ട് ഷാർപ്ലി അല്ലേ? ആ ഒരു വേർഡിന് വ്യത്യാസമുണ്ട്. ബട്ട് ഷാർപ്ലി ഇവിടെ നല്ല രീതി ഇൻക്രീസ് ആവും സ്ട്രോങ്, പക്ഷെ വീക്കിന് ഷാർപ്ലി. ഹൗ ക്യാൻ യു ഡിറ്റർമൈൻ ദ ലിമിറ്റിംഗ് മൊളാർ കണ്ടക്ടിവിറ്റി ഓഫ് ദീസ് ഇലക്ട്രോലൈറ്റ്? അപ്പം ഞാനൊന്ന് വേറെ കളറും കൂടെ എടുത്തോട്ടെ. കാരണം സ്ട്രോങ് നമ്മൾ എക്സ്ട്രാപൊലേറ്റ് ചെയ്യുക അല്ലേ? യെസ്, യു ക്യാൻ ഹാവ് ദ ലിമിറ്റിംഗ് മൊളാർ കണ്ടക്ടിവിറ്റി. ഇതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഹൗ ക്യാൻ യു ഡിറ്റർമൈൻ ലിമിറ്റിംഗ്?
സ്ട്രോങ്ങിന് വലിച്ചു നീട്ടിക്കേ ഓൺ എക്സ്ട്രാപ്പൊലേഷൻ. വൈ വലിച്ചു നീട്ടിയിട്ടും എല്ലാം പ്രയോജനമുണ്ടോ? ഇത് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ അടുത്തോട്ട് പോകുന്നുണ്ട്, അത്രേ ഉള്ളൂ. സോ ഹൗ ക്യാൻ യു ഡിറ്റർമൈൻ? ഫോർ സ്ട്രോങ് go for extrapolation. Strong go for extrapolation. Extrapolation എന്ന് പറഞ്ഞാൽ നീട്ടുക. വീക്കിന് ഒന്നും ഒക്കത്തില്ല, വീക്കിന് നമുക്ക് കിട്ടത്തില്ല. സ്ട്രോങ് എക്സ്ട്രാപ്പൊലേഷൻ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാം. ക്യാൻ ബി obtained from the graph. Can be obtained from the graph. അപ്പം അതേ സമയത്ത് അന്ന് വീക്ക് നിൽക്കുന്നില്ലല്ലോ, റൈറ്റ്? സോ ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഗ്രാഫ്, റൈറ്റ്? ബട്ട് ഫോർ വീക്ക് യു കാൺട്ട് ഗെറ്റ് ഇറ്റ്, റൈറ്റ്? സോ ക്യാൻ ബി ഒബ്റ്റെയിൻഡ്, റൈറ്റ്? ക്യാൻ ബി ഒബ്റ്റെയിൻഡ് ഫ്രം ദ ഗ്രാഫ്, ബട്ട് ഫോർ വീക്ക് യു കാൺട്ട് ഗെറ്റ് ഇറ്റ്. അപ്പോൾ ആ തേർഡിൻ്റെ ആൻസർ നമുക്ക് ഒന്ന് മേളിലോട്ട് എഴുതിയേക്കാം. തേർഡ് ഫോർ സ്ട്രോങ്, കാരണം അവിടെ എഴുതിയത് കാണുന്നില്ല, അതുകൊണ്ട് മേളിലോട്ട് എഴുതുക. ഫോർ സ്ട്രോങ് extrapolate limiting molar conductivity we can find out. Limiting molar conductivity can be obtained, right? But for weak you can't find out. Weak cannot be obtained by, for weak electrolyte cannot be obtained by the graph, cannot be obtained from the graph. അപ്പോൾ അത് ഇതിലോട്ടൊക്കും കോൾറാഷ് ലോ, അത് നമ്മളിവിടെ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല, റൈറ്റ്? സോ ദാറ്റ് വാസ് അവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. അടുത്ത കണ്ടു കാണും, നമ്മുടെ ടെക്സ്റ്റിലെ അതേ ക്വസ്റ്റ്യൻ ആയല്ലേ, NCERT കിടക്കുന്നത്, എല്ലാ ഇക്വേഷൻസും ഉള്ള ഒരു ക്വസ്റ്റ്യനും. കണ്ടക്ടിവിറ്റി ഓഫ് ദിസ് മച്ച് മോളാർ ഈസ് 7.8. If limiting molar for acetic acid is given, what is its dissociation constant? അപ്പോൾ നമുക്ക് ഡിസോസിയേഷൻ കോൺസ്റ്റൻറ്റ് നമ്മുടെ 11th സ്റ്റാൻഡേർഡിൻ്റെ പോർഷനിൽ നിന്ന് അറിയാം. KC ആൽഫ സ്ക്വയർ, ഡെറിവേഷൻ വേണ്ട, 1 മൈനസ് ആൽഫ, റൈറ്റ്? KC C ആൽഫ സ്ക്വയർ 1 മൈനസ് ആൽഫ, ഇതായിരുന്നു വേണ്ടത്. ഇനി നോക്കാം അവിടെ എല്ലാ ക്വാണ്ടിറ്റീസ് അവൈലബിൾ ആണോ അതോ ഇല്ലയോ. കണ്ടക്ടിവിറ്റി ഓഫ് 0.24. സോ ദിസ് ഈസ് എ കോൺസെൻട്രേഷൻ. മൊലാരിറ്റി, കണ്ടക്ടിവിറ്റി K. ലിമിറ്റിംഗ് മൊളാർ ഫോർ അസെറ്റിക് ആസിഡ് തന്നിട്ടുണ്ട്. ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഈ പറയുന്ന ഒന്നും നമുക്ക് വരുന്നില്ല അല്ലേ. അപ്പം ഇതിൽ നിന്ന് ഓരോരോ കാര്യങ്ങൾ കണ്ടുപിടിക്കണ്ടേ. ആൽഫ വേണ്ടേ? ആൽഫ എങ്ങനെ കണ്ടുപിടിക്കുക? ലിമിറ്റിംഗ് മോളാർ അറ്റ് എ പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ ബൈ ദാറ്റ് ഓഫ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. കറക്റ്റ് ആണോ ആൽഫ? ദെൻ മോളാർ അറ്റ് പെർട്ടിക്കുലർ കോൺസെൻട്രേഷൻ അവർ തന്നിട്ടുണ്ട് 0.024 മോളാർ കണ്ടക്ടിവിറ്റി. കണ്ടക്ടിവിറ്റി ഓഫ് 0.0241 മോളാർ അസെറ്റിക് ആസിഡ് ഈ 7.896. ഫിനിഷ്ഡ്. if limiting molar K തന്നിട്ടില്ല. ലിമിറ്റിംഗ് molar for acetic acid ഇത് തന്നിട്ടുണ്ട് 390.5. മേളത്തെ തന്നിട്ടില്ല. അപ്പം അതെന്ത് ചെയ്യുക? ഇത് കണ്ടുപിടിക്കാം. അതായിരിക്കണം നമ്മുടെ ഫസ്റ്റ് പ്രോസസ്. molar conductivity at a particular concentration K സെൻറ്റിമീറ്റർ ആയോണ്ട into 1000 by molarity. K 7.896 into 10 raised to minus 5 സീമെൻസ് സെൻറ്റിമീറ്റർ ഒക്കെ വേണ്ട, into 10 raised to 3 എഴുതിയേക്കാം അങ്ങോട്ട് പോകാതിരിക്കാൻ. ബൈ മൊളാരിറ്റി 0.00241. കുറച്ചൊരു കാൽക്കുലേഷൻ ഉണ്ട് അല്ലേ. യു വിൽ ഗെറ്റ് ഇറ്റ് as 32.76 യൂണിറ്റ് മറന്നു പോകല്ലേ. സീമെൻസ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. സബ്ജക്റ്റീവ് ആയതുകൊണ്ട് ഇതൊക്കെ ആവശ്യം. ഒബ്ജക്റ്റീവ് വരുമ്പോൾ ഇത് ചെയ്യണ്ടായിരുന്നു, നേരെ ലാസ്റ്റിൽ പോയാൽ മതി. പക്ഷെ സബ്ജക്റ്റീവ് ഇതൊക്കെ വേണ്ടേ. ഇനി മൊളാർ 32.76 ഡിവൈഡഡ് ബൈ 390.5
This you will get it as 0.084. കാൽക്കുലേറ്റഡ് ആണേ, ഓർമ്മ. അപ്പം ഇപ്പം നമുക്ക് ആൽഫ കിട്ടിയല്ലോ, ജസ്റ്റ് അതിനകത്ത് ഇട്ട് കൊടുത്താൽ മതിയല്ലോ. സി കോൺസെൻട്രേഷൻ 0.00241 multiply by alpha 0.084 square by 1 minus 0.084. യെസ്, നിങ്ങൾ ചിന്തിക്കുന്ന മാതിരി തന്നെ കാൽക്കുലേഷൻ ഉള്ളതാ കേട്ടോ. ഇത് ചെയ്ത് കിട്ടുന്ന 1.85 into 10 raised to minus 5. And that's our right? Yes. ഇത് ചെയ്ത് കിട്ടാൻ നമുക്ക് കാൽക്കുലേഷൻ ഉണ്ട്, പക്ഷെ ആ ഒരു ടൈപ്പ് എല്ലാത്തിലും കാൽക്കുലേഷൻ ഇല്ല, ആ ഒരു ടൈപ്പിന് മാത്രമേ ഉള്ളൂ കാൽക്കുലേഷൻ ഉള്ളത്. അപ്പം നമ്മൾ വലിയ ബോധേഡാവണ്ട ഇങ്ങനത്തെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. പിന്നെ NCERT ഉണ്ടല്ലോ, നമ്മൾ ഓൾറെഡി സോൾവ് ചെയ്തിട്ടുണ്ടല്ലോ, റൈറ്റ്? സോ നല്ല എല്ലാ രീതിയിലെ ആപ്ലിക്കേഷൻസ് എല്ലാം കൂടെ കയറി വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ കൂടെ. അപ്പം നമ്മൾ ആദ്യം മൊളാർ കണ്ടക്ടിവിറ്റി, പിന്നെ ആൽഫ, അത് കഴിഞ്ഞിട്ടാ ഈ ഫോമിലേക്കകത്ത് ഇടാൻ ഒക്കുള്ളൂ. ആൻഡ് ദാറ്റ്സ് ദ ഫൈനൽ പാർട്ട്, റൈറ്റ്? അപ്പം നോക്കിയേക്കാം. യെസ്, സോ നമ്മുടെ എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒബ്വിയസ്ലി വന്നു. ഇലക്ട്രോ കെമിസ്ട്രി നമ്മൾ നല്ല രീതി പ്രോബ്ലംസ്, ന്യൂമെറിക്കൽ പ്രോബ്ലംസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഡിഫിക്കൽട്ട് ടൈപ്പ് ഓഫ് കൺസെപ്റ്റ്സ്, അതായിരുന്നു നമ്മൾ ഇതിനകത്ത് ഈ സെക്ഷൻസിൽ കൂടെ വന്നത്. അപ്പോൾ ഒബ്വിയസ്ലി നല്ല രീതി പഠിക്കുക, ഇലക്ട്രോ കെമിസ്ട്രി നല്ല രീതി മാർക്ക് സ്കോർ ചെയ്യട്ടെ, നല്ല രീതി ക്വസ്റ്റ്യൻസ് വരട്ടെ. ആൻഡ് പ്ലസ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിൻ്റെ ടൈപ്പ് ആയിരിക്കും കൂടുതൽ വരുന്നത്. സോ ഡു പ്രാക്ടീസ് ഇറ്റ് ആൻഡ് ട്രൈ ടു ഗെറ്റ് ഗുഡ് മാർക്സ്. സോ ഓൾ ദ ബെസ്റ്റ്, റൈറ്റ്, ഫോർ ഓൾ യുവർ എക്സാംസ്. ഇപ്പോൾ ചെറിയ എക്സാംസ് ഒക്കെ വരുന്നുണ്ടായിരിക്കും. അപ്പോൾ സബ്ജക്റ്റീവിലൊക്കെ പൊളിക്കുക, റൈറ്റ്? എൻട്രൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടെ ഒന്ന് ചെയ്ത് പഠിക്കുക. All the best for all the exams. Do well. Thank you.